welcome to this, the last session of BPAG 174. Today, I'll be taking Unit 13 and 14. Okay. ഇപ്പോൾ BPAG 174 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ 13-14 യൂണിറ്റാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, അത് ഇതാണ് ഈ ബുക്കിൻ്റെ, അതായത് ഈ കോഴ്സിൻ്റെ BPAG 174ൻ്റെ ലാസ്റ്റ് 2 യൂണിറ്റ്സ് ആണത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? യൂണിറ്റ് 13 എന്താണ്? ആൾട്ടർനേറ്റീവ് വേസ് ഓഫ് റിസോഴ്സ് ജനറേഷൻ ആൻഡ് കപ്പാസിറ്റി എൻഹാൻസ്മെന്റ്. ആൾട്ടർനേറ്റീവ്, അതായത് നമ്മൾ പല വിധത്തിലുള്ള എൻവയോൺമെന്റൽ പല കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ഇതുവരെ സംസാരിച്ചായിരുന്നല്ലോ. അതിൻ്റെ ആൾട്ടർനേറ്റീവ് എന്താ, അതിന് പകരം എന്താണ്, എന്തെല്ലാം റിസോഴ്സസ് നമ്മുടെ കയ്യിലുണ്ട്, ജനറേഷൻ ആൻഡ് കപ്പാസിറ്റി എൻഹാൻസ്മെന്റ്, എങ്ങനെ നമുക്കത് വികസിപ്പിക്കാൻ പറ്റും. സോ റിലവൻസ് ഓഫ് സസ്റ്റൈനബിൾ ചോയ്സസ്, എൻവയോൺമെന്റൽ ബെനിഫിറ്റ്, അതായത് സുസ്ഥിര വികസനം, അതാണ് പറയുന്നത്. കാരണം നമ്മുടെ സ്റ്റേറ്റ് ആയിക്കോട്ടെ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആയിക്കോട്ടെ, നേഷൻ ആയിക്കോട്ടെ, അതിന്റെ വികസനത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അതിൽ പല കാര്യം പറഞ്ഞാൽ പല ആസ്പെക്റ്റും ഉണ്ട് അതിൽ. അതായത് വെറും ബിൽഡിങ്ങോ അല്ലെങ്കിൽ റോഡോ എയർപോർട്ടോ അല്ലെങ്കിൽ ഇതൊന്നും പല 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 കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ട്. അതും കൂടി ഇതിൽ ഈ ഡെവലപ്മെന്റിൽ പെടും. കൊച്ചു കൊച്ചു കാര്യങ്ങൾ എന്താണെന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവും. അതായത് നിങ്ങൾ വിചാരിക്കുന്ന ഈ വികസനം പറഞ്ഞാൽ കുറെ എയർപോർട്ടോ അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വലിയ വലിയ ബിൽഡിംഗ്, ടവർ ബിൽഡിങ്സ്, അത് മാത്രമല്ല, അതൊക്കെ അത്യാവശ്യമാണ്. നോക്കൂ, ചെറിയ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. അത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഈ ഇൻട്രൊഡക്ഷൻ തരുന്നതിന് മുമ്പ് ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. വികസനം പറഞ്ഞാൽ എല്ലാ ഏരിയയിലും വികസനം വേണം. നോക്കൂ, നമ്മുടെ ഇന്ത്യയില് ടൊബാക്കോ 3500 ആളുകളാണ് ഒരു ദിവസം മരിക്കുന്നത്. ടൊബാക്കോ യൂസിൽ 3500 ആളാണ് ഒരു ദിവസം മരിക്കുന്നത് ഇന്ത്യയിൽ മാത്രം. ഓക്കെ, അപ്പോ എന്താണ് ചെയ്യേണ്ടത്? 20 കോടി ജനങ്ങള് ടൊബാക്കോ യൂസ് ചെയ്യുന്നുണ്ട് ഇന്ത്യയില്. 20 കോടി, 20 crores. ദെൻ ഇതില് 13 വയസ്സ് മുതൽ 15 വയസ്സ് വരെ സ്റ്റുഡൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ പോപ്പുലേഷന്റെ 14.6%. മനസ്സിലായോ? അപ്പോ ഇതിലെന്താണെന്ന് വെച്ചാൽ യൂസ് ദിസ് ആസ് പെർ ഇത് ലോക റിപ്പോർട്ടാണ്. അപ്പൊ എന്താ ചെയ്യണ്ടത്? മനസ്സിലായോ? ഇതൊന്ന്. ഇനി രണ്ടാമത്, അപ്പൊ ടൊബാക്കോ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ അതിനുള്ള അവയർനെസ് കൊടുക്കണം, വേണ്ട സ്റ്റെപ്പ് എടുക്കണം. ഇതൊക്കെ കംപ്ലീറ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പൊ കുറെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. നമ്മുടെ വളരെയധികം ലോട്ട് ഓഫ് ചേഞ്ചസ് ആണ്. പക്ഷെ പോരാ. ഇനി നോക്കോളൂ വേറെ. അപ്പൊ ഈ ഡെവലപ്മെന്റ് പറയാൻ എല്ലായിടത്തും വേണം. ഇതാ കണ്ടോളൂ, 1.35 crores, അതായത് നോൺ റെസിഡൻസ് ഇന്ത്യൻസിന്റെ, അതായത് ലോകത്തിലെ ഈ ജനങ്ങളുണ്ടല്ലോ അവരുടെ, അതായത് നമ്മുടെ ഇന്ത്യക്കാരുണ്ട് 1.35 crores ലോകാകമാനം നോൺ റെസിഡൻസ് ഇന്ത്യൻസ്. അപ്പൊ നമ്മുടെ ഈ 1.35 പറഞ്ഞാൽ 2 കോടി പിടിച്ചോളൂ. ഇതൊക്കെ അക്യുറേറ്റ് അല്ലല്ല, ഇതിൽ മീതല്ലേ പോകൂ, താഴെ പോവില്ല. അപ്പോ നമ്മുടെ ഈ പോപ്പുലേഷൻ കൂടുമ്പോ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കൂടണം. അതായത് ഫൈൻഡിങ് വേസ് ടു ഫീഡ് മോർ ദാൻ 3 billion people can be staggering. അപ്പൊ 2024 India will beat China to become the most populous country in the world. അപ്പൊ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കൂടണ്ടേ? അപ്പൊ അത് ഡെവലപ്മെന്റ് അല്ലേ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലേ? ഈ ഇപ്പൊ അസുഖങ്ങൾ എന്ന് പറഞ്ഞ ഓരോ അസുഖങ്ങൾ ഇനി കേട്ടോളൂ. അപ്പൊ അതുകൊണ്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കവേഴ്സ് എ വൈഡ് റേഞ്ച് ഓഫ് ഏരിയാസ്. ഈ ഡെവലപ്മെന്റ് പറഞ്ഞ 1 അഗ്രികൾച്ചർ, 2 ഹെൽത്ത്, 3 വാട്ടർ, 4 സാനിറ്റേഷൻ. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് ഇൻഡസ്ട്രി, ഓക്കെ, ജെൻഡർ ഈക്വാലിറ്റി, ഇൻഡസ്ട്രി ആൻഡ് ഇന്നോവേഷൻ വേണം കേട്ടോ. ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ ഇതെല്ലാം നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ആൻഡ് അണ്ടർ ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദം ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ അത്യാവശ്യമാണ്. അത് ഇതിൽ വരുന്നുണ്ട് പിന്നീട്, അപ്പോൾ സംസാരിക്കാം. അതേമാതിരി കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്, ജനങ്ങളെ, അതേമാതിരി എംപ്ലോയ്മെന്റ്, അതന്നെ. അഡ്വൈസറി സർവീസസ്,
പ്രൊഫോണ്ട്, ഇതെല്ലാം അത്യാവശ്യമാണ്. ഇനി പറയുന്ന ചില കാര്യങ്ങൾ കേട്ടോളൂ. ഏതെല്ലാം പിന്നെ ഇന്ത്യയില് നോക്കോളൂ എന്തെല്ലാം ഓരോരോ ഏരിയ, ചെറിയ ഏരിയയാണ് ഞാൻ പറയുന്നത്, വലിയ ഏരിയ അവിടെ നിൽക്കട്ടെ. ഇതാ പാമ്പ്, സ്നേക്ക് ബൈറ്റ്, 64,000 ആളുകളാണ് ഒരു കൊല്ലം ഇന്ത്യയിലെ സ്നേക്ക്, പാമ്പ് കടിച്ചിട്ട് മരിക്കുന്നത്. 64 പറഞ്ഞ 70,000 മീതെ, ഇത് 64 പറഞ്ഞ എന്നത്തെ സെൻസസ് ദൈവത്തിന് അറിയൂ. 64,000 ആളുകളാണ് ഇന്ത്യയിലെ ഒരു കൊല്ലം പാമ്പ് കടിച്ചിട്ട് മരിക്കുന്നത്. അപ്പോ ഇത് പിന്നെ ഗ്ലോബലി ഇത് 78,600 അതിൽ 64,000 ഇന്ത്യയിലാണ്. ലോകത്തിലാകമാനം 78,600 ഉള്ളൂ. അതില് 64,000 ആളുകൾ ഇന്ത്യയിലാണ് മരിക്കുന്നത്. അപ്പോ അതായത് 80% ഗ്ലോബൽ ഡെത്തിൽ 80% ഇന്ത്യയിലാണ്. അപ്പൊ സ്നേക്ക് ബൈറ്റില് ഒരു നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസ് ആണ്. അപ്പൊ നമ്മളെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. അപ്പൊ എന്താ വേണ്ടത്? ഇനിയാണല്ലോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. എന്താണ് അതിന് വേണ്ടത്? അതായത് ആന്റിവെനൻ, അതായത് മരുന്നുണ്ട്, അത് അവൈലബിലിറ്റി ചെയ്യണം. മരുന്നുണ്ടെന്ന് പറഞ്ഞ പോരല്ലേ, നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്റർ വേണ്ടേ. പിന്നെ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഇത് കൊണ്ടിട്ട് മരുന്ന് കൊണ്ടിട്ട് സിറ്റിയിലോ ഡൽഹിയിലോ ബോംബെയിലോ കൽക്കട്ടയിലോ വെച്ചാൽ റൂറൽ ഏരിയയിലാണ് സ്നേക്ക് ബൈറ്റ്, അല്ലാണ്ട് സിറ്റിയിലാണോ കൂടുതൽ സ്നേക്ക് ബൈറ്റ്? അപ്പൊ എന്താ പ്രശ്നം? മരുന്ന് വേണ്ടേ അവിടെ? പ്രൈമറി ഹെൽത്ത് സെന്ററിൽ മരുന്ന് വേണ്ട ആന്റിവെനൻ. നമ്മൾ ഈ ഗ്രാമപ്രദേശങ്ങൾ ഓടുന്ന എവിടേക്കാ? താലൂക്ക് ആശുപത്രി, മറ്റുള്ള ആശുപത്രി, അവിടെ മരുന്ന് വേണ്ടേ? അപ്പോ എന്താ ചെയ്യേണ്ടത്? സോ വി ഹാവ് ടു make available antivenin injection. It is an acute medical emergency. നമ്മുടെ നാട്ടിലറിയല്ലോ, കർഷകരും വനങ്ങളിലും എല്ലാം നിവസിക്കുന്ന ആളുകൾക്കൊക്കെ ഈ പാമ്പുകടി വരുന്നുണ്ടല്ലോ. ഇതിനും കൊണ്ട് നമ്മൾ ഇവരൊക്കെ ഏറ്റിയിട്ട് നമ്മൾ പോയിട്ട് സിറ്റിയിലേക്ക് ഒരു 10-25 കിലോമീറ്റർ, അതിൻ്റെ കഥ കഴിയും. പാമ്പ് കടിച്ച് പെട്ടെന്ന് തലയ്ക്ക് വരും, ബ്രെയിനില്, മനസ്സിലായില്ല? അപ്പൊ അതുകൊണ്ട് അടുത്ത് തന്നെ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ഇത് വേണം. സോ ദർ ഇസ് നോ national strategy evolved at this moment for the purpose. ഇത്തരത്തിലുള്ള റെമഡിയൽ സ്റ്റെപ്പ് പെട്ടെന്ന് നമ്മൾ ഇതിനുള്ള തീരുമാനം, ഒരു പോളിസി ഇല്ല. മരുന്ന് ഉണ്ട്, പക്ഷെ മരുന്ന് എല്ലായിടത്തും ഉണ്ടോ? അപ്പോ എന്താ വേണ്ടത്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. വി ഹാവ് ടു മേക്ക് അവൈലബിൾ ഇൻ ഈച്ച് ആൻഡ് എവറി പ്രൈമറി ഹെൽത്ത് സെന്റർ, ഹോസ്പിറ്റൽസ്, എവരിവെയർ, വേറെവർ പീപ്പിൾ വാണ്ട് ടു ഗോ, ദ മെഡിസിൻ ഷുഡ് ബി അവൈലബിൾ. മനസ്സിലായോ? അപ്പോ ഫോക്കസ് അതുകൊണ്ട് ഷുഡ് ബി ഓൺ കോംപ്രഹെൻസീവ് സ്ട്രെങ്തനിങ് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ, കോൺസെൻട്രേറ്റിംഗ് ഓൺ ബോത്ത് എക്സസ് ആൻഡ് ക്വാളിറ്റി. അപ്പൊ എന്താ വെച്ചാൽ ദി ഏജ് ദി സ്റ്റാൻഡേർഡ് ഡെത്ത് റേറ്റ് ഇൻ ഇന്ത്യ ഈ 4. അതായത് 1,00,000 ആളുകളില് 4% പിന്നെ ഹൈയസ്റ്റ് ആണ് നമ്മുടെ ഇന്ത്യയിൽ മരിക്കുന്നത്. 1,00,000-ലെ 4% ആളുകളാണ് സ്നേക്ക് ബൈറ്റിൽ മരിക്കുന്നത്. അത് ലോകത്തിലെ ഏറ്റവും കൂടുതലാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ഇപ്പൊ 1-2 ഏരിയ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ചില നല്ല കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിലെന്താ ഞാൻ പറഞ്ഞ കാരണം, ഇതിലൊക്കെ ഇമ്പ്രൂവ്മെന്റ് വേണം. അടുത്ത് പിന്നെ അതായത് അർത്ഥം പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ഈ മെഡിസിൻ വേണം. ആദ്യത്തെ എന്താ പറയുന്നത്, നമ്മുടെ ഏതാ പറയുക, ടുബാക്കോ കൺസംഷൻ പാടില്ല. പിന്നെ വേറൊരു കാര്യം നോക്കൂ, ഇന്ത്യ പലതും നമ്പർ 1 ആണ് ലോകത്തിലെ. ഇപ്പൊ പോൾട്രി കോർപ്പറേഷൻ, കോഴിമുട്ട, എഗ്, അതിന്റെ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് പ്രൊഡക്ഷൻ നമ്മുടെ ഇന്ത്യയിലാണ്. 2, മിൽക്ക്, ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിങ് കൺട്രി ഇന്ത്യയാണ്. അപ്പൊ അതിനർത്ഥം നമുക്കെല്ലാം ചെയ്യാൻ സാധിക്കും. അതങ്ങോട്ട് നമുക്ക് ചെയ്യണം എല്ലാ കാര്യങ്ങളും. അപ്പൊ അങ്ങനെയാണ് ഡെവലപ്മെന്റ് നടക്കൂ. അല്ലെങ്കിൽ ആളുകൾക്ക് ഇതേമാതിരിയുള്ള പ്രശ്നങ്ങൾ വരും. സോ ദി ഫാസ്റ്റ് ഗ്രോയിങ് ആൾട്ടർനേറ്റീവ് വേസ് ഓഫ് റിസോഴ്സ് ജനറേഷൻ, കപ്പാസിറ്റി എൻഹാൻസ്മെന്റ്, നമ്മുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്താ അറിയോ ഇത് സംഭവിക്കുന്ന വെച്ചാൽ, ഈ ഒന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ, അതായത് നമ്മുടെ ഭൂമിയെ നമ്മളെല്ലാം താറുമാറാക്കുന്നു. ഒന്ന് എന്താണ്, പോപ്പുലേഷൻ കൂടുതലായിട്ട് വരുന്നു, ഗ്രോയിങ് പോപ്പുലേഷൻ, അപ്പോൾ നെസസിറ്റി കൂടുതലാവുന്നു. അതേപ്രകാരം ചേഞ്ചിങ് ലൈഫ് സ്റ്റൈൽ, ആളുകളുടെ ലൈഫ് സ്റ്റൈൽ. ഇപ്പൊ എന്താ ലൈഫ് സ്റ്റൈൽ? സ്വർണം, ചിലർ ആകെ ഒരു സിംഗിൾ ഒരു ചെയിൻ ഉണ്ടാവും, ചിലർക്ക് കംപ്ലീറ്റ് സ്വർണം വേണം, കയ്യിൽ വേണം, കാലിൽ വേണം, മൂക്കിൽ വേണം. ഇത് കണ്ടോ, ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ധാര കാണിക്കാനാണ് ഇതൊക്കെ. അത് അപകടകരമായിട്ട് പരിണമിക്കും ഇത്, മനസ്സിലായില്ലേ? അപ്പോ സോ ഹാംഫുൾ. പിന്നെ ഇവിടെ എന്താണ് പറയുന്നത്? ഗ്രോയിങ് പോപ്പുലേഷൻ, ചേഞ്ചിങ് ലൈഫ് സ്റ്റൈൽ. അതിൽ ലൈഫ് സ്റ്റൈലില് നമ്മുടെ ഭക്ഷണം,
വളരെ സദ്യ എല്ലാം കഴിഞ്ഞ് വേസ്റ്റാക്കി കളയാ. ഇപ്പൊ ബിരിയാണി ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും സദ്യ ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് മുഴുവൻ ചോറെടുത്ത് വലിച്ചെറിയാണ്. മറക്കരുതേ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ ഇവൻ അറിയണം, നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്. നമ്മുടെ അത്ര ഈസി അല്ല ലൈഫ്. അതായത് കണ്ണൂർ അവിടെ ഈ നമ്മുടെ വേസ്റ്റ് എല്ലാ ഹോട്ടലിലത്തെ എല്ലാം വേസ്റ്റ് ചെയ്തിട്ടൊരു കൂമ്പാരത്തിൽ, ഒരു കാടിൻ്റെ അവിടെ മുഴുവനുള്ള ഹോട്ടൽ എല്ലാം വേസ്റ്റും നമ്മുടെ പല 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 ടോയ്ലറ്റിൻ്റെയും എല്ലാം കംപ്ലീറ്റ് സംതിങ് എവറിത്തിങ് അവിടെ കൊണ്ട് ഡംപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇലകളിലെ ഭക്ഷണം കഴിച്ചതിന്റെ ബാക്കി, ബിരിയാണിയുടെ ബാക്കി, ഇതൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ കച്ചറ കൊണ്ടൊന്നും തള്ളിയിടില്ല. നമ്മുടെ കാട്ടിൽ അവിടെ എവിടെയെങ്കിലും വേസ്റ്റ് തള്ളില്ലേ, അവിടെ ഇരുന്നിട്ട് ഒരു കുട്ടി ആ ഇതിന്റെ വേസ്റ്റിന്റെ ഉള്ളില് എന്താ പറയണ്ടേ, ഇത് തിരഞ്ഞെടുത്ത് അതിന്ന് കിട്ടുന്ന ചില പാത്രങ്ങൾ, അതായത് ബിരിയാണിയുടെ മറ്റേ അതിലോ പ്ലേറ്റിലോ എന്തെങ്കിലും അവശിഷ്ടം കഴിക്കുന്ന സീന് വളരെ വളരെ ദുരിതപൂർവമായ ഇത് നമ്മൾ കാണുന്നുണ്ടായി. കാരണം അവിടെ ആ മലമാരി കൂട്ടിയ ആ വേസ്റ്റിന്റെ മുകളിൽ കൂട്ടി ഇതിന്ന് ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരഞ്ഞെടുക്കുന്ന രംഗം ഇതും ഇന്ത്യയിലാണ് നടക്കുന്നത്. സോ മോർ ആൻഡ് മോർ ഫാക്ടറീസ് അപ്പൊ ഇവിടെ പറയുന്നത് ഒന്ന് ലൈഫ് സ്റ്റൈൽ. നമ്മളെ കണ്ടമാനം 400 ആളുണ്ട് എന്ന് വെച്ചാൽ 1000 ആളുടെ ഭക്ഷണം ഉണ്ടാക്കുക, എന്നിട്ട് ബാക്കി 500 വേസ്റ്റ് അല്ലേ, അങ്ങനെയുണ്ട്. അപ്പൊ അത് നമുക്ക് ഓരോ ടെമ്പിളിൽ പോയാൽ കാണാം എത്ര വേസ്റ്റ് എന്ന്. നേരെ മറിച്ച് അപ്പുറത്ത് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ പിന്നെ വേറൊന്ന്, അർബൻ പോപ്പുലേഷൻ. റൂറലിലെ ജോലി ഇല്ലാത്തതുകൊണ്ട് സിറ്റിയിലേക്ക് പോകുന്നു. അപ്പൊ ആ അർബൻ അവിടെ പോപ്പുലേഷൻ കൂടുന്നു. നോക്കൂ, ബോംബെ, താന, മുംബൈ, ഇപ്പോഴത്തെ മുംബൈ പറയണം, ഡൽഹി, ഫരീദാബാദ്, ഗാസിയാബാദ്, അങ്ങനെ ലൂധിയാന, കാൺപൂർ, നോക്കൂ, മദ്രാസ്, ചെന്നൈ, കോയമ്പത്തൂർ ഒക്കെ വികസിച്ചു വരണം. അപ്പൊ ആളുകൾ ജോലിക്ക് വേണ്ടി അവിടെ പോകുന്നു. അങ്ങനെ അപ്പൊ അവിടെ നെസസിറ്റി കൂടുതലാവുന്നു. വെള്ളം വേണം, ഇലക്ട്രിസിറ്റി വേണം, വീട് വേണം, എല്ലാം വേണം. കണ്ടോ? അപ്പൊ വീടില്ലെങ്കിൽ വീടുണ്ടാക്കും, തടാകത്തിന് മറ്റേ നികത്തും, മണ്ണിനെ നമ്മളെ എന്താ പറയണ്ടേ, അതിന്റെ നാച്ചുറാലിറ്റി കളഞ്ഞ് നമ്മൾ ആർട്ടിഫിഷ്യൽ ആക്കും കംപ്ലീറ്റ്. സോ ഓൾ ദീസ് ചേഞ്ചസ് ആർ ഷിഫ്റ്റിംഗ് ദ എർത്ത് ഇൻ ടു എ ന്യൂ സ്റ്റേറ്റ്. അതായത് നമ്മളെ തടാകങ്ങളെല്ലാം നികത്തി ബിൽഡിംഗ് ഉണ്ടാക്കുക. അതാണ് പൊളിച്ച് ഇതിന്റെ ഇടയിലൊക്കെ കണ്ടില്ലേ, ഇവിടെ ഡൽഹിയിലൊക്കെ, കേരളത്തിൽ അത് 2-3 ബിൽഡിംഗ് ഒക്കെ പൊളിക്കാണ്ടായി, കംപ്ലീറ്റ് ടവർ ബിൽഡിങ്സ്. അപ്പോ അതേമാതിരി ദാറ്റ് ഈസ് ലെസ് ഹോസ്പിറ്റബിൾ ടു ഹ്യൂമൻ ലൈഫ്. ഇതൊന്നും നമ്മുടെ മനുഷ്യന്റെ ഇതിന് വളരെ പ്രയോജനപ്പെടില്ല. പിന്നെ ലെസ് ഓക്കെ നോ. വേറൊന്ന്, ദി ഇമ്പാക്ട് ഓൺ ദ എൻവയോൺമെന്റ് ഡ്യൂ ടു ഓൾ ദിസ് കൺസംഷൻ ഈസ് എനോർമസ്. അപ്പൊ ഇത്തരത്തിലുള്ള ഓരോരോ കൺസംഷൻ വളരെ എനോർമസ് ആണ്. ദി മാസ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്, മെനി ഓഫ് ദ, ചില ഗുഡ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ചിലപ്പോൾ അൺനെസസറി ആണ് ചിലത്. പറയട്ടെ എന്താന്ന്, ഡിസംബറിൽ ക്രിസ്മസിന് ഇത്ര ആവശ്യം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ ഉണ്ടാക്കി വിചാരിക്കുക. ചില ആ സമയത്ത് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു വെച്ചാൽ ഉണ്ടാക്കിയത് മുഴുവൻ ഇഷ്ടമില്ലേ. നോക്കൂ, അതേ പ്രകാരം ഇപ്പോ നമ്മുടെ ഓട്ടോമൊബൈൽ ആയിക്കോട്ടെ, സ്കൂട്ടർ ആയിക്കോട്ടെ, മോട്ടോർ സൈക്കിൾ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇന്നത് വരും എന്ന് പറഞ്ഞിട്ട് നമ്മളെ, അല്ലെങ്കിൽ സ്കേഴ്സിറ്റി വരും പറഞ്ഞിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്യുക, എന്നിട്ട് അത് പിന്നെ വേസ്റ്റ് ആവുക, ഇതൊക്കെ. അപ്പോ ഇതെല്ലാം നമ്മുടെ ഇമ്പാക്ട് ഓൺ എൻവയോൺമെന്റ് ഡ്യൂ ടു കൺസംഷൻ, ഓവർ കൺസംഷൻ. അതുകൊണ്ട് മാസ് പ്രൊഡക്ഷൻ ഇതുമുണ്ട്. ആവശ്യമുള്ളത് പ്രൊഡ്യൂസ് ചെയ്യൂ, ആവശ്യമില്ലാത്തത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് വിൽക്കണ്ടേ. മെനി ഓഫ് ദം അൺനെസസറി ഫോർ എ കംഫർട്ടബിൾ ലൈഫ്. ഓക്കെ, ഈസ് യൂസിങ് ലാർജ് എമൗണ്ട് ഓഫ് എനർജി. അതുകൊണ്ട് എന്താ പറ്റിയേ, പ്രൊഡക്ഷൻ കൂടുമ്പോൾ എനർജി കൂടും, എനർജി വേണം. ക്രിയേറ്റിംഗ് എക്സസ് പൊല്യൂഷൻ കൂടും. ജനറേറ്റിംഗ് ഹ്യൂജ് എമൗണ്ട്സ് ഓഫ് വേസ്റ്റ് കൂടും. ഓക്കെ, ഓൺ എ ഗ്ലോബൽ സ്കെയിൽ നോട്ട് ഓൾ ഹ്യൂമൻസ് ആർ ഈക്വലി റെസ്പോൺസിബിൾ ഫോർ. അപ്പൊ എല്ലാവരും ഈ എൻവയോൺമെന്റിൽ ഇതുണ്ടാക്കാൻ, മോശമാക്കാൻ വേണ്ടിയിട്ട് ചിലവർ മാത്രം കേട്ടോ. കൺസംഷൻ എല്ലാവർക്കും ബാധകമല്ല അത്. സോ കൺസംഷൻ പാറ്റേൺ ആൻഡ് റിസോഴ്സസ് ആർ വെരി ഹൈ ഇൻ സം പാർട്ട് ഓഫ് ദ വേൾഡ്. അപ്പൊ കൺസംഷൻ പലയിടത്തും പല വിധത്തിലാണ്. ചിലർ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നു, വൈൽ ഇൻ അതർ കൺട്രീസ് with a higher population level, consumption levels are low, as the basic needs of world population are not being met. The ecological footprint of the developed countries ഏതാ, അമേരിക്ക, UK, ജപ്പാൻ, ചൈന, അതൊക്കെയാണ്. In general,
ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ദ ഡെവലപ്പിംഗ് വേൾഡ്. അപ്പൊ ഇതൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ തരക്കില്ല. സോ relevance of sustainable choices, one simple instance in our daily lives is use. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പ്ലാസ്റ്റിക്. ഇത് ഞാൻ നിങ്ങൾ ജസ്റ്റ് വായിച്ചോളൂ. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കൂടുതൽ നിർത്തണം. നമ്മൾ ഓരോരോ കടയിലും ഇവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ബാഗ്, അതും വളരെയധികം ഡെക്കറേറ്റ് ചെയ്തിട്ട് പല കാര്യങ്ങൾ നമ്മൾ ക്യാരി ബാഗ് ഉപയോഗിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക്കിന്റെ പ്രശ്നം അതിഭയങ്കര എയർ പൊല്യൂഷൻ വരും. കാരണം എന്താ അറിയോ, ഇത് ഭൂമിയിൽ നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ 50 കൊല്ലം കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇരിക്കും പ്ലാസ്റ്റിക്. സോ ഇറ്റ് ഈസ് സോ വെൽ എംബഡഡ് ഇൻ അവർ ഡെയിലി ലൈഫ്. പ്ലാസ്റ്റിക് പാത്രങ്ങള്, ഇപ്പൊ നമ്മൾ ഐസ്ക്രീം ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, പല പ്ലാസ്റ്റിക് ഡബ്ബകളായിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്ലാസ്റ്റിക്. പക്ഷെ എന്താ പ്രശ്നം, ഇത് വലിച്ചെറിഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ കൊണ്ടിട്ടിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും മണ്ണിനോട് കൂടി യോജിക്കില്ല. ഇത് നേരെ മറിച്ച് നമ്മൾ ഗട്ടറില മറ്റേ ഈ സിവറേജിൽ എവിടെ കൊണ്ട് അവിടെ തന്നെ തങ്ങി നിൽക്കും, വെള്ളം ബ്ലോക്ക് ചെയ്യും. അപ്പോ ഇറ്റ് ഈസ് സോ വെൽ. മോസ്റ്റ് കോമൺലി യൂസ് പ്ലാസ്റ്റിക് ഫോം ഈ പ്ലാസ്റ്റിക് ബാഗ്. പ്ലാസ്റ്റിക് ബാഗ് അറിയാലോ, എല്ലാ കടകളും മാള്, ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറില് എല്ലായിടത്തും പോയി ഓരോരോ ബാഗ് കിട്ടുമല്ലോ. ഇതെവിടെ കൊണ്ടിട്ട് ഇടുക ഇതൊക്കെ. പിന്നെ ഓരോരോ ടെക്സ്റ്റൈൽ മിൽസില്, ടെക്സ്റ്റൈലിൽ നമ്മൾ തുണി എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ 5 സാരി എടുത്തിട്ടുണ്ടെങ്കിൽ 5 കവറിലിട്ട് തരും അല്ലേ? 5 കവറും കൂടി വേറൊരു കവറിലിട്ട് തരും. 5 കവറ്, 5 സാരി 5 കവറ്, ആ 5 കവറിനും കൂടി ഇട്ടിട്ട് വേറൊരു കവറ്. അപ്പൊ 6 കവറായി നമുക്ക്. ഇതെവിടെ കൊണ്ടിടുക? അപ്പോ അങ്ങനെ പലതും നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ, ഇത് ഞാൻ ഒരു സാരി വാങ്ങിയ കാര്യം മാത്രമേ പറഞ്ഞു, ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഷൂ വാങ്ങുക, വേറെ ഒക്കെ പ്ലാസ്റ്റിക് ബാഗ് അല്ലേ. സോ ദിസ് ഈസ് ക്രിയേറ്റിംഗ് സം മേജർ എൻവയോൺമെന്റൽ ചേഞ്ചസ്. പ്ലാസ്റ്റിക് ബാഗ്സ് കോസ് എൻവയോൺമെന്റൽ ഡാമേജ്. പറഞ്ഞല്ലേ എല്ലാം പൊല്യൂഷൻ, പ്ലാസ്റ്റിക് ബാഗ്സ്. പിന്നെ വേറെ ബാക്കി നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ഞാൻ ഷോർട്ടസ്റ്റ് ആയിട്ട് പറയാം, കാരണം 2 യൂണിറ്റ് എടുക്കേണ്ടതുകൊണ്ട് ഞാൻ ഷോർട്ടായിട്ട് പറയും. നോക്കൂ, ഈ പ്ലാസ്റ്റിക് ബാഗ് നിങ്ങൾ ഉപയോഗിക്കുന്നത് വളരെയധികം ഗുരുതരമായ പ്രശ്നങ്ങളാണ് പ്ലാസ്റ്റിക്കിന്റെ. ഒന്ന്, അതുകൊണ്ട് വേറെ ഏതെങ്കിലും ആൾട്ടർനേറ്റീവ് വേറെ ക്ലോത്തിന്റെ, വേറെ ജൂട്ടിന്റെ, ഇതിന്റെ ഉപയോഗിച്ചാൽ പെട്ടെന്ന് മണ്ണിനോട് കൂടി യോജിക്കും. ഈ പ്ലാസ്റ്റിക് ബാഗിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്നറിയോ, അനിമൽ ഇത് തിന്ന മൃഗങ്ങൾ മരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ അവര് വിശപ്പ് സമയത്ത് ആ പ്ലാസ്റ്റിക് ബാഗും തിന്നുന്നു. അത് അങ്ങനെ ബ്ലോക്ക് ആവണം ഹൃദയം. അതേമാതിരി അവരുടെ ആമാശയത്തിൽ ചെന്നിട്ട് കിടക്കണം. അവർക്ക് ഒന്നും വിസർജനം ചെയ്യാൻ പറ്റില്ല, യാതൊന്നും പറ്റില്ല, ശ്വാസം നിൽക്കും, ഹാർട്ട് ബീറ്റ്, അങ്ങനെയൊക്കെ ഓരോ ഓപ്പറേഷനിൽ എത്രയോ കിലോ പ്ലാസ്റ്റിക് കവറൊക്കെയാണ് ഓരോരുത്തരുടെ അനിമലിന്റെ. അപ്പൊ അത് മരണത്തിനിടയാകും. ഹു ആക്സിഡന്റലി കൺസ്യൂം ദം. മനസ്സിലായി? ആനയുടെ വയറ്റിൽ പോലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോൾ സമയത്ത് ചില ചത്തിട്ട് ആന ഇത് ചരിഞ്ഞതിന് ശേഷം, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം കാണാം വയറ്റിൽ കുറെ പ്ലാസ്റ്റിക് ബാഗുകൾ. കാരണം എന്താ പറയുക, അതിന് വേറെ തിന്നാൻ കിട്ടാത്തതുകൊണ്ട് ഇത് തിന്നുന്നു, കിട്ടിയത് തിന്നുന്നു. അപ്പൊ ഇത് വളരെ ഗൗരവമായ ഒരു കാര്യമാണ്. ഇത് എയർ പൊല്യൂഷനാണ്. സോ ആൾദോ ദ പ്ലാസ്റ്റിക് ബാഗ്സ് ആർ മോഡേൺ കൺവീനിയൻസ് ഫോർ ക്യാരിയിങ് ഗുഡ്. പക്ഷെ വളരെ നമുക്ക് വലിയ കൺവീനിയൻറ്റ്, അത് കൈ തൂക്കിയിട്ട് നടന്നാൽ മതി. സോ പിന്നെ കുട്ടികളുടെ കളിപ്പാവകൾ ഇതെല്ലാം പ്ലാസ്റ്റിക്കിനുണ്ട്, പ്ലാസ്റ്റിക് ചെയർസ് ഉണ്ട്, അതേമാതിരി എല്ലാം പ്ലാസ്റ്റിക് ഡബ്ബ, നമ്മുടെ കപ്പ്, ബക്കറ്റ്, ഇതെല്ലാം ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇത് എവിടെ കൊണ്ടിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മണ്ണിനോട് കൂടി യോജിക്കണ്ടേ? ഇല്ല, യോജിക്കില്ല. സോ these are all responsible for the environmental and agricultural land degradation. അപ്പൊ നമ്മുടെ അഗ്രികൾച്ചറൽ ലാൻഡിലൊക്കെ പ്രൊഡക്ടിവിറ്റി എല്ലാം കീപ്പിട്ടാവും. ഇൻസിഡന്റലി പ്രഷ്യസ് റിസോഴ്സ്. അങ്ങനെ നമ്മുടെ ഭൂമിയുടെ ഏറ്റവും പരിപാലനമായുള്ള ഈ എല്ലാ നല്ല നല്ല സൗകര്യങ്ങളും ഇല്ലാതാകും. അടുത്ത്, there are many environmental friendly alternative. പ്ലാസ്റ്റിക് ബാഗിന് പകരം ഇത് ഒന്ന് ജസ്റ്റ് നോക്ക് നിങ്ങൾ, ജൂട്ട് ബാഗ്, പേപ്പർ ബാഗ്, അതായത് മണ്ണിനോട് കൂടി യോജിക്കുന്ന ജൂട്ട് ബാഗ് കാണിച്ചാൽ ഒരു കുഴപ്പമില്ലല്ലോ. അതേമാതിരി പേപ്പർ ബാഗ് ഇപ്പൊ അതൊക്കെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഉപയോഗിക്കുന്നത് ചില സിറ്റികളിലൊക്കെ കംപ്ലീറ്റ് പ്ലാസ്റ്റിക് ബാൻ ചെയ്തിട്ടുണ്ട്. കോമൺലി ജൂട്ട് ബാഗ്സ് ആർ റെക്കമെൻഡഡ്. കാരണം അത് പെട്ടെന്ന് മണ്ണിനോട് കൂടി യോജിക്കും, ഒരു പ്രശ്നമില്ല, അത് പൊല്യൂഷൻ യാതൊന്നുമില്ല ജൂട്ട് ബാഗിന്റെ കേട്ടോ. അപ്പൊ അപ്പൊ അതങ്ങനെ ഡെയിലി യൂസിൽ ഇത് ഇത്തരത്തിലുള്ള പേപ്പർ ബാഗ് യാതൊരു കുഴപ്പമില്ല. ഇപ്പോൾ റീസൈക്കിൾ ചെയ്യാം നമുക്ക്. മറ്റേ പ്ലാസ്റ്റിക്കിന്റെ റീസൈക്കിൾ ചെയ്യാൻ എന്നാലും കുഴപ്പമാണല്ലോ, അല്ലെങ്കിൽ ഒറിജിനലിന് കുഴപ്പമാണെങ്കിൽ പിന്നെ റീസൈക്കിൾ ചെയ്തിട്ടല്ലോ കുഴപ്പം. അപ്പൊ പേപ്പറ് നമുക്ക് റീസൈക്കിൾ ചെയ്യാം, ഒരു കുഴപ്പമില്ല നമുക്കതില്. സോ കോർപ്പറേറ്റ്, പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ വലിയ വലിയ കമ്പനികളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇതുമാതിരി പ്ലാസ്റ്റിക് ബാഗ് ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇത് പേപ്പർ ബാഗിലേക്കായി കൺവേർട്ട് ചെയ്യാൻ പോകുന്നു. എല്ലാം ചെയ്യണം, വേണ്ടെന്നല്ല, ചെയ്യണം. പ്രൊഡക്റ്റ്, പിന്നെ ഓരോരോ പ്രൊഡക്റ്റിന്റെ പാക്കേജിങ്, ബ്രാൻഡിങ്, ഇതൊക്കെ
നമ്മുടെ പ്ലാസ്റ്റിക് ഇപ്പൊ ബാനർ പ്ലാസ്റ്റിക്കിന്റെ പോയിട്ട് വേറെ ജൂട്ടിലോ വേറെ ഏതെങ്കിലും വിധത്തിലായിരിക്കണോ? സോ പ്ലാസ്റ്റിക് ബാഗ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. സോ ദി ഡിസ്പോസബിൾ പ്ലാസ്റ്റിക് ബാഗ്സ് അതൊക്കെ പോയി, ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. പിന്നെ വേറൊരു കാര്യം, ഈവൻ പ്ലാസ്റ്റിക് പസഫിക് ഓഷ്യൻ പോസിങ് എ ത്രെറ്റ് ടു നമ്മുടെ വെള്ളത്തിൽ കടലിലുള്ള ജീവിക്കുന്ന ജീവികൾക്കും പോലും ബുദ്ധിമുട്ട്. ബട്ട് ആൾസോ ലാൻഡ് ഫിൽസ്, അഗ്രികൾച്ചറൽ ലാൻഡ് എല്ലായിടത്തും പ്ലാസ്റ്റിക് നമ്മുടെ കൃഷി സ്ഥലത്തിലാണെങ്കിലും അവിടെ കൃഷി വളരില്ല. വിച്ച് നോ പോസ് എ ഗ്രേറ്റ് ത്രെറ്റ് ടു അവർ എൻവയോൺമെന്റ് ആൻഡ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ്. വളരെ വലിയ ത്രെട്ടായിട്ടുണ്ട്. അപ്പോൾ സിവിലൈസ്ഡ് ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഇതിനെപ്പറ്റി വളരെയധികം ശ്രദ്ധിക്കണം. ദി നേച്ചർ ഫ്രണ്ട്ലി, അതുകൊണ്ട് നമ്മുടെ പ്രകൃതിക്ക് ഫ്രണ്ട്ലി ബാഗ്സ് ആർ അതായത് പേപ്പറിന്റെ ജൂട്ടിന്റെ അതേമാതിരിയുള്ള ക്ലോത്ത് അതൊക്കെ ഇല്ലേ, അത് ഉപയോഗിക്കുക. അത് നമുക്ക് രണ്ടാമത് റീസൈക്കിൾ ചെയ്യാം. അങ്ങനെ ദ ഓൾഡ് പെർസെപ്ഷൻ ദാറ്റ് പേപ്പർ മീൻ ഡീഫോറസ്റ്റേഷൻ, ടുഡേ ദ പേപ്പർ ബാഗ്സ് ആർ ലാർജ്ലി നോട്ട് മെയ്ഡ് ഫ്രം ട്രീ. അത് പറയുന്നുണ്ട്, മരത്തിന്റെ ഇതെന്നല്ല. പണ്ട് പേപ്പർ എല്ലാം ചില മരങ്ങളിൽ നിന്നും ഇതൊക്കെയാണ് ഉണ്ടാക്കിയിരുന്നത്, മനസ്സിലായില്ലേ? ഇപ്പൊ തീപ്പെട്ടി അതേമാതിരി ഇതൊക്കെ ഓരോ കോലില്ലേ, അതൊക്കെ മരങ്ങളിൽ നിന്നാണ്. പക്ഷെ ഇന്ന് വേറെ പല വിധത്തിലും ഉണ്ടാക്കാൻ അത് ഞാൻ വരുന്നുണ്ട്, പിന്നീട് വരുന്നുണ്ട്. പിന്നെ ഇതാകട്ടുള്ളൂ, ഷുഗർ കെയിൻ, കരിമ്പ്, അതെന്ന് ഷുഗർ എടുത്തതിന് ശേഷം അതിന്റെ വേസ്റ്റിൽ നിന്ന് പേപ്പർ ഉണ്ടാക്കാം, മനസ്സിലായോ? ഷുഗർ കെയിൻ അതിന്റെ ജ്യൂസ് കുടിച്ചതിന് ശേഷം ബാക്കി ഉണ്ടല്ലോ അതിന്റെ അവശിഷ്ടം, അതിന്ന് പേപ്പർ ഉണ്ടാക്കാം. സ്ട്രോ നമ്മളെ വലിച്ചെടുക്കുന്നുണ്ടല്ലോ ഐസ്ക്രീം മറ്റേതൊക്കെ ജ്യൂസ്. സോ നമ്മുടെ ഫൈബർ ടു ആൻഡ് ഇഫ് ഇറ്റ്സ് ഇംപ്ലിമെന്റഡ് എഫക്റ്റീവ്ലി ഇൻ ദ റൂറൽ ഏരിയ, അത് നമ്മുടെ കൃഷി സ്ഥലങ്ങളിൽ നിന്ന്, അത് നമ്മൾ ഈ കൃഷിയില്ലേ അതെന്ന് അതിൽ നമ്മൾ ഉണ്ടാവുന്ന കതിര്, അതൊന്ന് ഒരു പൈപ്പ് മാതിരിയാണ് അത്. അപ്പൊ അത് വെട്ടിയെടുത്തിട്ട് നമ്മളെ ഇതിനു വേണ്ടി ഇത്തരത്തിലുള്ള ഉപയോഗിച്ചാൽ അത് നാച്ചുറലായിരിക്കും. അത് അത് കടയിൽ കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫാർമറിനും കുറച്ച് പൈസ കിട്ടും. അപ്പൊ ജൂട്ട് ട്വിൻ, it is used to make high quality writing and specialty paper. ജൂട്ട് സ്പെഷ്യാലിറ്റി പേപ്പർ ഉണ്ടാക്കാനും ജൂട്ട് ഉപയോഗിക്കുന്നു. പിന്നെ കോക്കനട്ട് ഹസ്ക് പറഞ്ഞ കോക്കനട്ടിന്റെ തോട്, മനസ്സിലായില്ലേ? അതും അതെ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഈ കോക്കനട്ട് പുറത്തുള്ളതല്ലേ, അതും പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുക. എലിഫന്റ് എക്രീഷ്യ, എന്താ എലിഫന്റ് എക്രീഷ്യ പറഞ്ഞ? വിസർജനം. ഏതിന്റെ? ആന. യെസ്, യു ഹേർഡ് ഇറ്റ് റൈറ്റ്. പേപ്പർ ഈസ് നോ മാനുഫാക്ചർഡ് ഫ്രം എലിഫന്റ് പൂപ്പ്. വിസർജനം അതിന്റെ എലിഫന്റിന്റെ, നിങ്ങൾ പടം കണ്ടിട്ടുണ്ടാവും മലയാളത്തില്. അപ്പോൾ അതിൽ മെഴുകുതിരി അല്ല ചന്ദനത്തിൽ ഉണ്ടാക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ പലതും നമുക്ക് മോഡേൺ ആയിട്ട് ഇതൊക്കെ പ്രകൃതിക്ക് അനുകൂലമായതാണ്. പ്രകൃതിയുടെ നേരെ മറിച്ച് ഇത് ഉപദ്രവം ചെയ്യുന്നതല്ല. ഇതെല്ലാം വേസ്റ്റ് ആണ്, അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. അപ്പൊ നമ്മുടെ ഹെഡിങ് എന്താണ്? നമ്മുടെ ആൾട്ടർനേറ്റീവ് റിസോഴ്സസ് നമ്മൾ കണ്ടുവയ്ക്കുക. അടുത്ത് ബയോഡിഗ്രേഡബിൾ എൻവയോൺമെന്റൽ ബെനിഫിറ്റ്സ് ഓഫ്, എന്താ അതുകൊണ്ട് ഗുണങ്ങള് നോക്കിക്കോളൂ. ഹ്യൂമൻ ഫോർ നെക്സ്റ്റ് 1000 മുതൽ 10000 കൊല്ലം വരെ. അപ്പോൾ നമ്മുടെ അതിനുശേഷം നമ്മുടെ അനിമല്, കടല്, റിവർ, ലേക്ക്, പോണ്ട് ഇതുകൊണ്ട് പ്ലാസ്റ്റിക് പൊല്യൂഷൻ കൊണ്ട് നിറഞ്ഞൊഴുകും. Or they may not end up losing most land's fertility due to plastic mixture in topsoil. ഭൂമിയുടെ അടിത്തട്ടില് പ്ലാസ്റ്റിക് നിറഞ്ഞുകൊണ്ടിരിക്കും. ഈ വേൾഡ് ഷിഫ്റ്റ് ഫ്രം പറയണ്ടല്ലോ ബാക്കിയൊക്കെ. അതുകൊണ്ട് ഇൻഫാക്ട് most paper bag waste takes less than 6 months time to degrade. പേപ്പർ ബാഗ് മാക്സിമം ഭൂമിയില് 6 മാസത്തിനുള്ള മുഴുവൻ മണ്ണിനോട് കൂടി ചേരും. പ്ലാസ്റ്റിക് ബാഗ് 50 കൊല്ലം കഴിഞ്ഞാലും അവിടെ തന്നെ നിൽക്കും, ഒരു മാറ്റം വരില്ല. മനസ്സിലായി വ്യത്യാസം? നെക്സ്റ്റ്, റീസൈക്കിളബിൾ. ദീസ് ബാഗ്സ് ആർ കോമൺലി 100% റീസൈക്കിളബിൾ. ചാക്ക് ഇതിന്റെ നമ്മുടെ ജൂട്ടിന്റെ അതേമാതിരി ക്ലോത്ത് വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ റീസൈക്കിളബിൾ ആണ്. അതൊക്കെ രണ്ടാമത് റീസൈക്കിൾ ചെയ്യാം. അൺലൈക്ക് പ്ലാസ്റ്റിക് വേറെ ഒന്നും, അതുകൊണ്ട് പൊല്യൂഷൻ യാതൊന്നും ഉണ്ടാവില്ല, ഒരു അസാർഡും ഉണ്ടാവില്ല, ആപത്തുണ്ടാവില്ല. ഇനി എനർജി സേവർ. Besides several benefits of using paper and jute bags, one of the reasons why it is so environmentally friendly is that it helps in saving huge നമ്മുടെ എനർജി. ഇതിന് യൂസ് അധികം വേണ്ട, നമുക്ക് ഇതൊന്നും ഉണ്ടാക്കാനേ. ആനയുടെ ഇതൊക്കെ നമുക്ക് എനർജി കൂടുതൽ. മറ്റേത് അങ്ങനെയല്ല, നമ്മൾ ഓരോന്നുണ്ടാക്കിയ എനർജി കംപ്ലീറ്റ് പലതും വേണം. അതിന് ഇലക്ട്രിസിറ്റി മറ്റേതൊക്കെ വേണ്ടേ. ഇറ്റ് ഈസ് യൂഷ്വലി മെയ്ഡ് ഫ്രം ലോക്കലി അവൈലബിൾ മെറ്റീരിയൽ. ഇപ്പൊ നമ്മൾ ഇതുവരെ ഷുഗർ കൈന് ലോക്കലി അവൈലബിൾ അല്ലേ ഷുഗർ. അപ്പൊ ഈ പറഞ്ഞതൊക്കെ നമുക്ക്
അതായത് കോക്കനട്ട് റൂറലാണ്, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലാണ് ജൂട്ട്, ഗ്രാമപ്രദേശങ്ങളിലാണ് സ്ട്രോ. ഇതൊക്കെ നാച്ചുറൽ റിസോഴ്സസ് ആണ് നമ്മുടെ, അതുകൊണ്ട് റീസൈക്കിളബിൾ ആണ്. അനദർ ഇൻസ്റ്റൻസീസ് ഓഫ് coal and petroleum which has shown tremendous increase. അവിടെ ശ്രദ്ധിക്കണേ ഞാൻ ഈ പറയുന്നത്, നമ്മുടെ കോള് പ്രൊഡക്ഷൻ, പെട്രോളിയം പ്രൊഡക്ഷൻ കണ്ടമാനം വികസിച്ചിട്ട് ആവശ്യമൊന്നുമില്ല. കാരണം വണ്ടികള്, ബസ്സുകള്, കാറുകള്, അതായത് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മുടെ മനുഷ്യന് ആവശ്യത്തിൽ കൂടുതൽ ആണ്. അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. അപ്പൊ അതുകൊണ്ട് എനർജി കൺസംഷൻ, ഈ വണ്ടി ഓടിക്കാൻ എനർജി വേണ്ടേ? അത് എനർജി എവിടുന്ന കിട്ടുക? പെട്രോളിൽ നിന്ന് അല്ലേ? അത് ഡീസൽ ആവാം, പെട്രോൾ ആവാം, എന്താവാം. അപ്പോൾ അതനുസരിച്ചിട്ട് ഇപ്പൊ തീവണ്ടിയിലും പണ്ടേ ഡീസൽ എഞ്ചിൻ തന്നെയാണ്, ഇപ്പോഴത്തെ ഇലക്ട്രിക്കൽ ആയിട്ടുണ്ട്, എല്ലായിടത്തും ആയിട്ടൊന്നുമില്ല എങ്കിലും. ദിസ് എനർജി കംസ് മെയിൻലി ഫ്രം കോൾ ആൻഡ് പെട്രോളിയം. നാഷണൽ തെർമൽ പവർ കോളാണ് നമ്മുടെ. പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയുകയാണ്, എൻവയോൺമെന്റിനെ പറ്റി നമ്മൾ സംസാരിക്കണം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. നമ്മുടെ ഇന്ത്യയില് 100 കൊല്ലം വരെ യൂസ് ചെയ്യാനുള്ള കോൾ സ്റ്റോർ ഇതുണ്ട്, അവൈലബിലിറ്റി 100 കൊല്ലം. അപ്പൊ എന്താ പ്രശ്നം അറിയോ? ലോകം തന്നെ പേടിച്ചിരിക്കുകയാണ് ഇന്ത്യയെ. എന്താ കാരണം അറിയോ? ഇത് കത്തിച്ച ഈ കോൾ എന്തായാലും ബേൺ ചെയ്യണല്ലോ, ഇതിന് പൊല്യൂഷൻ ഉണ്ട്, എയർ പൊല്യൂഷൻ. അപ്പൊ ഇത് ഇവിടുന്ന് അങ്ങോട്ട് അവിടെ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ രാജസ്ഥാനിലും പഞ്ചാബിലത്തെയുമാണ് ഡൽഹി ഇരുട്ടാക്കണേ. ഡൽഹി ഇപ്പോഴും അറിയാം, ഇന്നത്തെ പേപ്പറിലും കൂടി ഉണ്ട്. അവിടെ ക്ലിയർ അല്ല, മോട്ടോർ വണ്ടി ഓടിക്കാൻ കണ്ണ് കാണില്ല. അതിന്റെ കാരണം രാജസ്ഥാന്, ഹിമാചൽ പ്രദേശ്, സോറി ഹരിയാന, പഞ്ചാബ് എന്നൊക്കെ വരുന്ന തീ കത്തിച്ച നമ്മുടെ അഗ്രികൾച്ചറൽ ലാൻഡില് ആ കത്തിച്ച് കളഞ്ഞതിന്റെ ഇതാണ് വരുന്നത്, തീയിന്റെ മറ്റേ പുക ആണ് വരുന്നത്. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നറിയോ? നമ്മുടെ ഈ പെട്രോളും മറ്റേതെല്ലാം കൂടുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കോള് നമ്മുടെ കോൾ ഇന്ത്യ ലിമിറ്റഡ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ ബെൽറ്റിലാണ് കംപ്ലീറ്റ് ആൾമോസ്റ്റ്. അപ്പൊ അതുകൊണ്ട് ലോകത്തിൽ ഇത്രയധികം കോൾ സ്റ്റോറേജ് വേറെ സ്ഥലത്തുണ്ടോ സംശയമാണ്, ഉണ്ട്. പക്ഷേ ഇത് കത്തിച്ചാൽ, അതാണ് ഇപ്പൊ പല മീറ്റിംഗും നടക്കുന്നുണ്ട്, സമ്മിറ്റ് അതേമാതിരി പ്രൈം മിനിസ്റ്ററും അറ്റൻഡ് ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിലും, ബ്രസീല് അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്ഥലങ്ങളിലും. കാരണം എൻവയോൺമെന്റ് ഒരു കോമൺ ഇഷ്യൂ ആണ്, ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഒരു രാജ്യത്തിന്റെ അല്ല, ലോകത്തിലാകമാനം പടർന്നു പിടിക്കുന്നതാണ്. ഒരു നോക്കൂ, നമ്മുടെ ഇറാന്റെ കാര്യം നോക്കിക്കോളൂ, വേറെ എവിടെയെങ്കിലും ഒരു ബോംബ് പൊട്ടിയെന്ന് വിചാരിക്കുക, നിങ്ങൾ വിചാരിക്കണം അവിടെ മാത്രമാണോ അതിൻ്റെ ഇത്? അത് മുഴുവൻ ഇങ്ങോട്ടും വരും. അപ്പോ ലോകത്തിലാകമാനം പ്രശ്നം ഉള്ള ഇതാണ് എയർ പൊല്യൂഷനും വാട്ടർ പൊല്യൂഷനും എല്ലാ പൊല്യൂഷനും. വാട്ടർ പൊല്യൂഷന്റെ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ഗംഗാ നദി, ടേക്ക് ദ എക്സാമ്പിൾ. ഗംഗാ നദി ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കും. നിങ്ങൾ വിചാരിക്കുന്നത് അവിടുത്തെ ആളുകൾക്ക് മാത്രമാണോ എത്തുന്നത്? 5-6 സ്റ്റേറ്റ് കൂടെ അല്ലേ ഒഴുകുന്നത് അത്. ഉത്തർപ്രദേശുണ്ട്, ബീഹാറുണ്ട്, വെസ്റ്റ് ബംഗാളുണ്ട്, അങ്ങനെ 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 പോകുന്നു. ഒറീസ ആയിക്കോട്ടെ, വാട്ട് എവർ ഇത്, അങ്ങനെ പോകുന്നു. അപ്പൊ ഈ ഇതിലൊക്കെ ഈ പൊല്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ മീൻ പിടിക്കുക, അതൊക്കെ എടുക്കുന്നില്ലേ ഫിഷർമാൻമാരെ, ഓരോന്ന് കുളിക്കുക, അതേമാതിരി എല്ലാം എന്തെല്ലാം. അപ്പൊ അതൊക്കെ ഈ പൊല്യൂട്ടഡ് ആണ് വെച്ചാൽ യമുന ഹൈലി പൊല്യൂട്ടഡ് ആണ്. യമുന ഇപ്പൊ ഗംഗാ നദി പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈം മിനിസ്റ്ററുടെ പല പദ്ധതികളുണ്ട്, പ്യൂരിഫൈ. പക്ഷെ എങ്ങനെ പ്യൂരിഫൈ ആവുക എന്നറിയില്ല. കാരണം എന്താണെന്ന്, ജനങ്ങൾ തന്നെയാണ് അതിന്റെ പൊല്യൂട്ടഡ് ആക്കണം. നമ്മളെ പുഷ്പങ്ങൾ വലിച്ചെറിയുന്നു, ശവം വലിച്ചെറിയുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട്. ഇപ്പോഴത്തെ സ്ഥിതി എനിക്ക് അറിയില്ല. ഒരു 15-20 വർഷം മുമ്പ് ഐ വാസ് ഇൻ നോർത്ത്, മരിച്ചാൽ ഈവൻ ശവം പോലും അങ്ങോട്ട് എടുത്തിടും, മൃഗങ്ങൾ മരിച്ചാൽ അങ്ങോട്ട് എടുത്തിടും നദികളിലേക്ക്. അതൊന്നും പാടില്ല. കാരണം നമ്മുടെ വെള്ളം വളരെ പ്രഷ്യസ് തിങ് ആണ്. നമ്മുടെ വായു, വെള്ളം, ഭക്ഷണം. വെള്ളം ഇല്ലെങ്കിൽ എന്താ ചെയ്യുക? അപ്പൊ അതുകൊണ്ട് പ്യൂരിഫൈഡ് ഡ്രിങ്കിങ് വാട്ടർ ഷോർട്ടേജ് എവരിവേർ. അത് മറക്കരുത്. വെള്ളം ഉണ്ടായാൽ പോരാ, അത് കുടിക്കാൻ പറ്റുന്നത് വേണ്ടേ. സോ അനദർ ഇൻസ്റ്റൻസീസ് ഓഫ് കോൾ പറഞ്ഞു, പെട്രോളിയത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോ ഇൻ എസെൻസ് സ്കേഴ്സ് റിസോഴ്സസ് ആൻഡ് ബർഗോയിങ് ഹ്യൂമൻ നീഡ്, വളർന്നു വരുന്ന ഹ്യൂമൻ നീഡ്സ് ആർ പുട്ടിങ് ദ എൻവയോൺമെന്റ് അറ്റ് റിസ്ക്. ദ ചേഞ്ചസ് ഇൻ ലൈഫ് സ്റ്റൈൽ ആർ പുഷിങ് അസ് ടു കൺവീൻ ലേഡൻ എക്സിസ്റ്റൻസ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ പറയേണ്ട ആവശ്യം പറഞ്ഞില്ലേ ഞാൻ. ആ ലൈഫ് സ്റ്റൈലാണ് ചില സമയത്ത് നമ്മുടെ പറയണേ, എനിക്ക് ഇത്ര എല്ലാ പുതിയ ബ്രാൻഡ് മോട്ടോർ സൈക്കിളും വേണം, എല്ലാ പുതിയ ബ്രാൻഡും കാർ വേണം. നമ്മുടെ സിനിമാ സ്റ്റാർമാരൊക്കെ അറിയില്ലേ ഓരോരോ കാര്യങ്ങള്. ചിലർക്ക് 15ഉം 18ഉം 20ഉം ഒക്കെ ഉള്ള എന്താ പറയണ്ടേ, എന്നിട്ട് ആസ്വദിക്കുക. അതായത് അത് പാർക്ക് ചെയ്യാൻ തന്നെ 2-3 ബംഗ്ലാവ് കെട്ടേണ്ട സ്ഥലത്താണ് അവർ പാർക്ക് ചെയ്യുന്നത്. മനസ്സിലായി? ആവശ്യമുണ്ടോ? ഒരാൾക്ക് എത്ര വെഹിക്കിൾ വേണം, ആലോചിച്ച് നോക്കൂ. അപ്പോ
ഇതൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എഫക്ട് ചെയ്യുന്നുണ്ട്. കാരണം മനസ്സിലായില്ലേ, എനിക്ക് അത് വേണം ഇത് വേണം, അല്ലമാതിരി വൈകുന്നേരം മദ്യപാനം വേണം, അത് വേണം, ഇതൊക്കെ ജനങ്ങളുടെ ആരോഗ്യത്തിനൊക്കെ എഫക്ട് ചെയ്യുന്നില്ല. അതൊക്കെ നമ്മളെ തിങ്ക് ബിഫോർ യു ആക്ട്. എത്ര നിങ്ങളെ പണക്കാരനായോ, ജീവിതം എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ഡ്യൂറേഷൻ ആണ് എന്ന് മറക്കരുത്. ഈ ലൈഫ് സ്റ്റൈൽ ആരെ കാണിക്കാനാണ്? യു ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടുമോറോ. അപ്പൊ ജീവിക്കുന്ന സമയത്ത് മാതൃകാ പുരുഷനായി അല്ലെങ്കിൽ സ്ത്രീയായിട്ടോ മറ്റുള്ളവർക്ക് പ്രയോജനകരമായിട്ടും ജനങ്ങൾക്ക്, സൊസൈറ്റിക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണ് പഠിക്കേണ്ടത്. അല്ലെങ്കിൽ പണം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം. അതേമാതിരി ഞാൻ പറയാം, അതായത് ഒരു റീസെന്റ് ഞാൻ പേര് പറയുന്നത് എല്ലാവരെല്ലോ ഇന്ത്യയിലെല്ലാം ഫേമസ് ആണ്. ഒരു സ്ത്രീയുടെ 50ാമത്തെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. പേര് പറയുന്നില്ല, പേര് തന്നെ അറിയാം, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഞാൻ പേര് പറയുന്നില്ല. 50ാമത്തെ ഇതിന് എല്ലാ സിനിമാ സ്റ്റാർമാരും ഈ ഇൻവൈറ്റ് ചെയ്ത ആളുകൾക്കൊക്കെ പ്ലെയിൻ അതേമാതിരി അറേഞ്ച് ചെയ്തിരുന്നു, എല്ലാം അറേഞ്ച് ചെയ്തിരുന്നു. അങ്ങനെ രാജസ്ഥാനിലെ ഏറ്റവും വലിയ ഹോട്ടലായ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹോട്ടലിലൊന്നായ ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. അതിൻ്റെ പെർ ഡേ റെന്റ് തന്നെ ഏകദേശം 90,000 ഇപ്പൊ എത്രയെന്ന് അറിയില്ല. ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ എയർപോർട്ടിൽ വെച്ച ഒരാൾ എന്നോട് പറഞ്ഞതാണത്. അവിടെ അറ്റൻഡ് ചെയ്ത ഒരാൾ കേട്ടോ. എന്നിട്ട് അവിടെ ഇതെല്ലാം ചെയ്തിട്ട് ഭയങ്കര എല്ലാ സിനിമാ സ്റ്റാർമാരും ക്രിക്കറ്റ് പ്ലേയേഴ്സും എല്ലാവരും 50ാമത്തെ ബർത്ത്ഡേ. എന്നിട്ട് രാത്രി മുഴുവൻ ഡാൻസും അതെന്തൊക്കെ, ഓക്കെ, അതെന്തായിക്കോട്ടെ, ഇവരെ പണം. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ഒരു ആൾ വന്നിട്ട് യൂണിഫോം എടുത്തിട്ട്, അവിടുത്തെ ഒരു ആൾ ഇത് വന്നിട്ട് എംപ്ലോയി റൂമിൽ നോക്ക് ചെയ്തിട്ട് ഓരോരുത്തർക്കും ഓരോ പ്രൈസ്, ഒരു ഗിഫ്റ്റ് ഫ്രം സോ ആൻഡ് സോ 1 lakhന്റെ ഒരു വാല്യൂ വർത്തുള്ള ഒരു ഗിഫ്റ്റ് ഈ വന്നവർക്കൊക്കെ. എന്തതിൻ്റെ പ്രതാപം അല്ലെ, അല്ലാണ്ട് എന്തെന്നൊക്കെ പറയുക. അപ്പോൾ അങ്ങനെയുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും നോക്കേണ്ടത് വളരെ സിമ്പത്തറ്റിക് ടുവേർഡ്സ് അവർ പുവർ പീപ്പിൾ. ഇതൊന്നും പ്രാധാന്യമല്ല ജീവിതത്തിൽ. ഇത് വേണ്ടാന്നല്ല, വേണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ നമ്മളെപ്പോഴും നോക്കേണ്ടത് ദയനീയത. നമ്മുടെ ഒപ്പം ജീവിക്കുന്ന ആളുകളുടെ കഷ്ടപ്പാടുകളിൽ നമ്മൾ പങ്കുകൊള്ളുക. ദാറ്റ്സ് ഓൾ. മറ്റേതിലല്ല. അത് ഓക്കെ, എന്തോ ആയിക്കോട്ടെ, പ്രതാപം എന്തോ ആയിക്കോട്ടെ, അതുപോലെ കാശുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യും. നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല കേട്ടോ, അങ്ങനെയല്ലേ. ഇതിനൊന്നും കുറ്റം പറയാം. അവർക്ക് കാശുണ്ട്, അപ്പോൾ അവർ ചെയ്യുന്നു, പോട്ടെ. പക്ഷേ അപ്പുറം നോക്കണം, ഭക്ഷണം കിട്ടാതെ. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കും, ഡൽഹിയിൽ ഈവൻ നമ്മുടെ മ്യാൻമാർ മറ്റേ ഇവിടെ നിന്നൊക്കെ വന്ന രോഹിംഗ്യ സംതിങ് അഭയാർത്ഥികൾ എത്രയോ ആളുകൾ മരത്തിന്റെ ഇല തിന്നിട്ട് ജീവിക്കുന്നു, ഭക്ഷണം കിട്ടാതെ. പേപ്പറിലുണ്ടായിരുന്നു, ചെടികള് ഇല തിന്നിട്ട് കഴിക്കാനൊന്നുമില്ല. അവര് നദിയുടെ തീരത്ത് വളരെ വളരെ മോശമായ പരിസ്ഥിതിയിലെ തണുപ്പത്ത് ഒന്നും കവർ ചെയ്യാനതൊന്നും ഇല്ലാതെ, തുണികളും ഒന്നുമില്ലാതെ ജീവിക്കുന്ന, ഭക്ഷണത്തിന് വകയില്ലാത്ത ആളുകളുണ്ട് എന്ന് മറക്കരുതേ എന്ന് പറയുന്നു. സോ ദ നീഡ് ഓഫ് ദ അവർ ഈസ് ടു ബ്രിങ് ചേഞ്ചസ് ഇൻ അവർ ഡെയിലി റൂട്ടീൻ ബൈ സ്വിച്ചിങ് ഓവർ ടു healthy environmental choices. In this way we can save. നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുക, നമ്മുടെ ജലാശയങ്ങൾ, നദികൾ എന്തൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ ഒഴുകാൻ അനുവദിക്കൂ, ശുദ്ധജലം തരാൻ അനുവദിക്കൂ, മണലെടുക്കാതിരിക്കൂ. കാരണം ഈ മണലെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മണലിൻ്റെ അടിയിലാണ് വെള്ളം. അപ്പം പ്രിസർവ് ചെയ്യണം. അതാണ് ആ നദിയുടെ പുണ്യം. സോ പൊല്യൂട്ടഡ് ആക്കരുത്. അങ്ങനെ നമ്മുടെ ചിലപ്പോൾ ഉണ്ടല്ലോ, എല്ലാം നദിയുടെ തീരത്ത് ഫാക്ടറി സെറ്റപ്പ് ചെയ്തിട്ട് അതിന്റെ മുഴുവൻ വേസ്റ്റ് നദിയിൽ വിടുന്നത് ഹാനികരമാണ്, പനിഷബിൾ ആണ്, അവര് ടോക്സിക് ആണ്, അത് വിഷമാണ്. അത് കാരണം നമ്മളവിടെ കുളിക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് ലെതർ ഫാക്ടറിയിൽ നിന്ന് വരുന്ന വെള്ളമായിരിക്കും, ചിലപ്പോൾ നമ്മുടെ തലക്കൂടെയൊക്കെ ആയിരിക്കും. അപ്പൊ അത് നമുക്ക് ലിവറിന്റെയും മറ്റേതിന്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം ഓരോ മനുഷ്യനും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഭൂമിയുടെ നമ്മുടെ ഹെൽത്ത്, ജനങ്ങളുടേത്, ലോങ് ലൈഫ്, healthy life, ഇതൊക്കെ. So when health is lost, everything is lost. Please remember one thing. So some people, simple lifestyle changes can make significant difference in our daily energy consumption. One, അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ, നമ്മളെ ചെറിയ ചെറിയ കൊച്ചു കാര്യങ്ങൾ ചെയ്യൂ.
ടേക്കിംഗ് നമ്മൾ അനവധി കാർ, ഒരു വീട്ടിൽ 5 കാർ ഉണ്ടെങ്കിൽ 5 കാർ ഡ്രൈവിന് ചെയ്യുന്നവർ, വൈ ഡോണ്ട് യു യൂസ് യുവർ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം? ബോംബെയില് ചീപ്പസ്റ്റ് ആണ് BST ബസ്. എന്തിനാ കാറിൽ പോണേ? കാർ പോയാൽ നിങ്ങൾ ഈ ബസ്സിൽ പോകുമ്പോൾ 10 മിനിറ്റ് കൊണ്ട് എത്തുന്നത്, കാർ പോകണമെങ്കിൽ അരമണിക്കൂർ കൊണ്ട് എത്തില്ല. ട്രാഫിക് അത്ര ഇതാണ്. അപ്പോൾ wherever is possible പബ്ലിക് ട്രാൻസ്പോർട്ട്, ട്രെയിൻ ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും യൂസ് ചെയ്യൂ. വെറുതെ കൺജസ്റ്റഡ് റോഡ് കൂടെ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രതാപം കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഞാൻ കാറിലെ സഞ്ചരിക്കൂ എന്നുള്ളത്, അല്ലെങ്കിൽ എനിക്ക് എയർ കണ്ടീഷൻ കാറിൽ പറ്റും, അയ്യോ ഭയങ്കര ചൂട്, അതൊക്കെ. എന്ത് ചൂടായി, എന്ത് തണുപ്പ്. മനുഷ്യനായ പോരെ. അതായത് നമ്മുടെ ചൂടില് ജീവിക്കുന്ന ആളുകളില്ലേ, ഇല്ലേ? ഇപ്പൊ രാജസ്ഥാനിലെ താർ മരുഭൂമി, മറ്റേ ഇവിടെയൊക്കെ സഹാറ മരുഭൂമി, ആഫ്രിക്കയിലൊക്കെ ആളുകളല്ലേ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് AC മാത്രമേ ഞാൻ ജീവിക്കൂ എന്ന് പറഞ്ഞാൽ നടത്തില്ല. അപ്പോ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം നമുക്ക് ഉപയോഗിക്കുന്നിടത്ത് ഉപയോഗിക്കുക. പ്രൈവറ്റ് വെഹിക്കിൾ, കാരണം എന്താ വെച്ചാൽ ഈ റോഡ് കൺജസ്റ്റഡ് ആവണം. ഓരോരുത്തർ ഓരോ കാറ്. ഒരു ഹൈക്കോർട്ട്, ഒരു വീട്ടിൽ 2-3 അഡ്വക്കേറ്റ് ഉണ്ട് ശരിക്കും. ഒരൊറ്റ ഹൈക്കോർട്ട്. ഈ ഹൈക്കോർട്ട് പോകാൻ 3 മക്കളുണ്ടെങ്കിൽ 3 മക്കൾ 3 വെഹിക്കിളിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു വെഹിക്കിൾ കൂടെ, അല്ലെങ്കിൽ ഒരു കാറിൽ ഉപയോഗിച്ചൂടെ? അപ്പോ ഇതൊന്ന്. 2, അപ്പൊ എങ്ങനെ എനർജി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും? എങ്ങനെ നമുക്ക് എൻവയോൺമെന്റ് പ്രിസർവ് ചെയ്യാൻ പറ്റും? 2, LED ബൾബ്സ് നമ്മൾ ഉപയോഗിക്കുക. കഴിയുന്നതും വീട്ടിലെ, ഓഫീസിലെ LED ബൾബ് ഉപയോഗിച്ച് അത് നമ്മുടെ എനർജി സേവ് ചെയ്യാൻ പറ്റും. ലൈറ്റ് കൂടുതലായിരിക്കും, ചീപ്പായിരിക്കും. പിന്നെ അടുത്തത് പ്രയോജനം ഉണ്ടാവും എനിക്കറിയില്ല. ടേക്കിംഗ് ദ സ്റ്റേഴ്സ് ഓഫ് യുവർ, നിങ്ങൾ 5 നിലയുണ്ടെങ്കിൽ അതിന് മീതെ ലിഫ്റ്റ് വേണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ലിഫ്റ്റിന് പകരം സ്റ്റെയർ കേസ് ഉപയോഗിക്കാനൊക്കെയാണ് പറയണത്. പക്ഷെ അത് എനിക്ക് സാധ്യമാണോ എന്ന് അറിയില്ല. കാരണം ചിലർക്ക് മുട്ടിന് വയ്യ, വയസ്സായ ആളുകളൊക്കെ എങ്ങനെ സ്റ്റെയർ കേസ് കൂടെ പോകുക, അതെനിക്കറിയില്ല. പക്ഷെ ഇതിലുള്ള നിങ്ങളുടെ പുസ്തകത്തിലുള്ളതാണ് ഞാൻ എഴുതിയത് കേട്ടോ. പക്ഷെ 1-2 നിലയിലാണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റെയർ കേസ് കൊടുക്കുക. പക്ഷെ അതിന് മീതെ ആകുമ്പോൾ ചില സമയത്ത് അസൗകര്യങ്ങളും ഉണ്ടാകും. ചിലർക്ക് നടക്കാൻ വയ്യ, മുട്ടിന് വേദനയുള്ളവർക്ക് ഉണ്ടായിരിക്കാം, വയസ്സന്മാർക്കൊക്കെ പറ്റില്ലല്ലോ ലിഫ്റ്റ്. അപ്പൊ ഇതൊക്കെയാണ്. സോ നമുക്ക് എവിടെല്ലാം സേവ് ചെയ്യും. കാരണം ലിഫ്റ്റ് വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ എനർജി വേണമല്ലോ കംപ്ലീറ്റ്. ലിഫ്റ്റ് പോണ ചെറിയ ഇപ്പൊ 1ാമത്തെ നില 2ാമത്തെ നിലയിൽ നമുക്ക് നടന്നിട്ടും പോകാവുന്നതാണ്, അല്ലേ? പക്ഷെ 5, 6, 7 അതിലൊക്കെ നമുക്ക് പറ്റില്ല. പറ്റുന്നെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ വെഹിക്കിൾ, നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് അവൈലബിൾ ആണ്, യൂസ് ചെയ്യൂ. LED ബൾബ് ഉപയോഗിച്ചൂടെ നമുക്ക്? ചീപ്പല്ലേ? പിന്നെ അപ്പോ സോ അവർ ഫോക്കസ് ഷുഡ് ഇൻക്ലൂഡ് ദ ഫോളോയിങ് പോയിന്റ്സ്. 1, യൂസ് ബയോഡിഗ്രേഡബിൾ, അതായത് നമുക്ക് പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കുക. ചാക്ക്, ഇതിന്റെ ജൂട്ടത്. പിന്നെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ഉപയോഗിക്കുക. യൂസ് ഓഫ് എനർജി പറഞ്ഞു, എനർജി എങ്ങനെ സേവ് ചെയ്യുക പറഞ്ഞു. കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, ദൈവം തന്ന ഓരോരോ കാര്യങ്ങള് നമ്മൾ അത് പ്രിസർവ് ചെയ്യുക. മരങ്ങളും അതേമാതിരി പക്ഷി മൃഗാദികളും ഈ നമ്മുടെ ജലാശയങ്ങളും ഇത് ഭൂമിക്ക് തന്ന ഈ പ്രകൃതി രമണീയമായത് കാത്തു സൂക്ഷിക്കുക. അപ്പൊ നമുക്ക് ശുദ്ധവായു, ആരോഗ്യം ഇതെല്ലാം ഉണ്ടാകും. അടുത്തത് യൂണിറ്റ് 14, റോൾ ഓഫ് നോൺ സ്റ്റേറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. Introduction to sustainable development, need for sustainable development, role for non-governmental organizations in sustainable development, role of corporate company sustainable development. Or company എന്താ ചെയ്യേണ്ടത്, യൂണിവേഴ്സിറ്റി എന്താ ചെയ്യേണ്ടത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് ആണിത്. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ ഇവരൊക്കെ യൂണിവേഴ്സിറ്റിയും അതേമാതിരി പലരും നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് NGOs എന്തെല്ലാം ചെയ്യാൻ പറ്റും. The term sustainable development was coined around mid-1980s. Although sustainable development ആദ്യം ഇതിനെ പറ്റിയിട്ട് ആദ്യം ഈ എൻവയോൺമെന്റിനെ പറ്റിയിട്ടൊന്നും അത്രയധികം കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ ഈ അസുഖങ്ങളും മറ്റേതൊക്കെ വരണ സമയത്ത് ഈ നാച്ചുറൽ കലാമിറ്റീസ്, പണ്ട് ഈ സുനാമി ഒന്നും അതുണ്ടായിരുന്നില്ലല്ലോ. ഫ്ലഡ് ഉണ്ടായിരുന്നു, ലാൻഡ് സ്ലൈഡ്, ഇതൊക്കെ ഉണ്ടാവില്ല. അത് പക്ഷെ മനുഷ്യന്മാരുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളാണ് അതൊക്കെ. സോ ദ കൺസെപ്റ്റ്, നിങ്ങൾ ചോദിക്കും മനുഷ്യന്മാരുണ്ടാക്കുന്നതാണോ ഈ ലാൻഡ് സ്ലൈഡ്? അതെ. മരങ്ങൾ വെട്ടുന്നു, അത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല മണ്ണിനെ. ഒന്ന് പാറ, നമ്മുടെ കൊറീസ്, അത് വെട്ടി പൊളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മണ്ണിന് ബലമില്ലാണ്ട് വരുന്നു ഭൂമിക്ക്. അപ്പൊ അത് ലാൻഡ് സ്ലൈഡ് ആയിട്ട് പരിണമിക്കുന്നു. മനസ്സിലായോ? അപ്പൊ മാൻമെയ്ഡ് പ്രോബ്ലംസ് ആണ് പകുതി. സോ although the concept has been constantly evolving since its inception, more dynamic and ever changing governance, അതുകൊണ്ട് നല്ല ഭരണം ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ ജനങ്ങളെ, അതായത് ഇതില്
പലരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അത് ഗവൺമെന്റിന് മാത്രം വിചാരിച്ച കാര്യമില്ല. NGOസും പിന്നെ പലരും ഇതില് ജനങ്ങളുടെ സഹകരണത്തോടു കൂടി പലതും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂ. ഡിമാൻഡ്സ് ഓൺ സിറ്റിസൺ ജനങ്ങളുടെ ഇൻവോൾവ്മെന്റ് ആവശ്യമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതേമാതിരി ഇന്റർനാഷണൽ എൻവയോൺമെന്റൽ പോളിസി ഉണ്ട്. യുണൈറ്റഡ് നേഷൻസിന്റെ UNDP മറ്റേതൊക്കെ പലതും ഉണ്ടല്ലോ. അവർ ഇപ്പൊ നമ്മൾ കുറെ പറഞ്ഞല്ലോ കുറച്ച് 1-2 സെഷൻ മുമ്പേക്കെ ഇന്റർനാഷണൽ UNOന്റെ എന്തൊക്കെയാണ് അതൊക്കെ. നമ്പർ ഓഫ് നോൺ ഗവൺമെന്റൽ NGO നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ഫോക്കസിംഗ് ഓൺ എൻവയോൺമെന്റ് and sustainability issues, okay, has increased as well. Recent research suggests that civil society organizations, both on their own, അതേമാതിരി ട്രാൻസാക്ഷൻ സിറ്റിസൺ നെറ്റ്വർക്ക് ആർ ഏബിൾ ടു റേസ് ഇന്റർനാഷണൽ അവയർനെസ്. അപ്പൊ ലോകത്തിലാകമാനം ഇതിനെ പറ്റിയിട്ട് ഇപ്പൊ നോക്കൂ, നമ്മുടെ കോവിഡ് വന്നു നോക്കൂ, അത് അമേരിക്കയിൽ നിന്ന് ഇവിടേക്ക് ഇൻഫർമേഷൻ, ഇവിടുന്ന് ചൈന ആയിക്കോട്ടെ വേറെ ഓരോ ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോൾ അവരതിനുള്ള പ്രിക്കോഷൻ എടുക്കും. നോക്കുമ്പോഴേക്ക് എയർ കംപ്ലീറ്റ് പ്ലെയിൻ സർവീസ് ഇതെല്ലാം നിർത്തി, ട്രെയിൻ അതെല്ലാം, കാരണം ഇതെല്ലാം അവയർനെസ് ഓരോരുത്തരും പാകുന്നപ്പോ അതിന്റെ പ്രിക്കോഷൻ. സോ ഗ്ലോബൽ പോളിസി അജണ്ട വേണം. എഡ്യൂക്കേറ്റ് ഗവൺമെന്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം. അതായത് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. അതേമാതിരി ഓരോരോ കൺട്രി മറ്റേ കൺട്രി ആയിട്ട് ടൈപ്പ് ചെയ്യണം. കാരണം ചിലവർക്ക് ഓരോരോ ഇതുണ്ട്, നമ്മുടെ മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ. ഇപ്പൊ ഇന്റർപോളൊക്കെ നോക്കൂ, ലണ്ടനിലെ ഒരാളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യക്കാരനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇവിടുത്തെ ഒരു UK കാരൻ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകും. ഒക്കെ അണ്ടർടേക്കിംഗ് ഇതുണ്ട്. കാരണം അതൊക്കെ ലോകം രാജ്യങ്ങളായിട്ട് കോപ്പറേഷൻ വേണം, എന്നാലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റൂ. സോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഈസ് അച്ചീവ്ഡ് ത്രൂ ഓപ്റ്റിമൈസിങ്. ഇപ്പൊ നമുക്കറിയാം, റീസെന്റ് 2 ദിവസം മുമ്പേ ഏതോ നമ്മുടെ കപ്പല് നമ്മുടെ നൈജീരിയയിലേക്കോ എവിടെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മലയാളീസ് കൊണ്ട് 2-3 ആള് അങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നമ്മുടെ ഗവൺമെന്റിനൊക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഗവൺമെന്റ് ആയിട്ട് ടൈപ്പ് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും. ഇപ്പൊ നൈജീരിയ ഗവൺമെന്റ് ആയിട്ട് അവിടെ എംബസി ഉണ്ടോ ഇല്ലേ, ചിലയിടത്തൊന്നും എംബസി ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ വേറെ എംബസി ഉള്ളിടത്ത് കൂടെ അപ്രോച്ച് ചെയ്തിട്ട് അങ്ങനെ ഇങ്ങനെ ചെയ്തിട്ടൊക്കെ വേണത്. അപ്പൊ ഓരോരോ ഇതായിട്ട് ടൈപ്പ് വേണം. സോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇസ് അച്ചീവ്ഡ് ത്രൂ ഓപ്റ്റിമൈസിംഗ് ഗെയിൻ നേട്ടങ്ങളെ സെവറൽ വേരിയബിൾസ് അതർ ദാൻ മാക്സിമൈസിംഗ് ദോസ് വേ സിംഗിൾ വൺ. ദിസ് റിക്വയർ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഗവൺമെന്റിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് സസ്റ്റൈനബിൾ നമ്മുടെ നാഷണൽ ഹൈവേസ്, ഷിപ്പിങ് നോക്കിയുള്ളൂ, റോഡ്, നാഷണൽ ഹൈവേ ഇല്ലേ, അത് എത്ര ഡിപ്പാർട്ട്മെന്റാണ് നമ്മുടെ ഓരോന്ന്. പഞ്ചായത്ത് രാജ് സിസ്റ്റം, അതേമാതിരി എന്തെല്ലാം സയൻസ് ആൻഡ് ടെക്നോളജി, എത്ര ഇതാണ് ഇറിഗേഷൻ, ഇതൊക്കെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടല്ലേ. അപ്പോ പല ഡിപ്പാർട്ട്മെന്റിലൂടെയാണ് അവരാണ് ഇതിന്റെ ഏജൻസീസ് ഈ ഡെവലപ്മെന്റ്. പിന്നെ മൾട്ടി ഡിസിപ്ലിനറി അതോറിറ്റി. അപ്പോ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ല ഇത് ചെയ്യുന്ന, ഒരു സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഗവൺമെന്റിലോ അനവധി ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് ചെയ്യുന്നത്. ഓരോരോ കാര്യം, റോഡ് നേരെയൊക്കെ PWD, ഷിപ്പിംഗ് നോക്കുന്നത് മറ്റേ ഷിപ്പിംഗ് മറ്റേ ഇത് ഇപ്പൊ ഷിപ്പിംഗ് മിനിസ്ട്രി ഉണ്ട്. ഓക്കെ, നാഷണൽ ഹൈവേ നോക്കുന്ന അതുണ്ട്, സർഫേസ് എന്താ പറയുക ഡെവലപ്മെന്റ് മിനിസ്ട്രി, വട്ടവട്ട് നിതിൻ ഗഡ്കരിയുടെ ആ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പിന്നെ അതേമാതിരി ഓരോരോ കാര്യത്തിനും എൻവയോൺമെന്റ് നോക്കാൻ വേറൊരു മന്ത്രി, പഞ്ചായത്ത് രാജ്യത്തിന് വേറൊരു ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ മിനിസ്ട്രി പലതും പല IT നോക്കാൻ വേറെ ആള്, കമ്മ്യൂണിക്കേഷൻ നോക്കാൻ വേറെ ആള്. മനസ്സിലായി? ഇതൊക്കെ ഡെവലപ്മെന്റ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് നീഡ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രൊവിഷൻ ഫോർ എന്താണ് ജനങ്ങൾ അത്യാവശ്യം പറഞ്ഞു കഴിഞ്ഞതൊക്കെ. അഗ്രികൾച്ചർ റിക്വയർമെന്റ്സ്, മാനേജിങ് ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ മാനേജ് ചെയ്യണം. ചിലപ്പോൾ മഴ വരും, ചിലപ്പോൾ ചൂടായിരിക്കും. അപ്പൊ നമ്മൾ മഴ വരട്ടിച്ചിട്ടിരിക്കരുത്, അതിന് മുമ്പേ തന്നെ നമ്മൾ പ്രിക്കോഷൻ എടുക്കണം. മനസ്സിലായില്ലേ? മാനേജിങ് ക്ലൈമറ്റ് ചേഞ്ച്. ചിലപ്പോൾ തണുപ്പ് വരും, അതിന് മുമ്പേ തന്നെ നമുക്കറിയാലോ ഇന്ന മാസം മുതൽ ഇന്ന മാസം വരെ തണുപ്പാണെന്ന്. പക്ഷെ അതിലെല്ലാം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ചില ക്ലൈമറ്റ് ചേഞ്ച്. അപ്പൊ അതും ഫേസ് ചെയ്യാനും നമുക്ക് തയ്യാറാവണം. ചില മഴ പെയ്യില്ല എന്ന സമയത്ത് മഴ പെയ്യും, സുനാമി വരില്ല എന്ന് പറഞ്ഞത് സുനാമി വരും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാനും നമ്മൾ തയ്യാറാവണം. പിന്നെ ഇതിനൊക്കെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം, എക്കണോമിക് പൈസ വേണം. അപ്പൊ അതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. നമ്മുടെ ഓരോ സ്റ്റേറ്റുകളുണ്ട്, ഡിസ്ട്രിക്റ്റിലുണ്ട്, പിന്നെ പ്രൈം മിനിസ്റ്ററുടെ കീഴിൽ, ഹോം മിനിസ്റ്ററുടെ കീഴിലിട്ട് വേറെയുണ്ട്, പ്രൈം മിനിസ്റ്ററുടെ റിലീഫ് ഫണ്ട് ഉണ്ട്. പണം വേണം. കാരണം എന്താ വെച്ചാൽ വെള്ളപ്പൊക്കം, ലാൻഡ് സ്ലൈഡ്, അനവധി ആളുകള് ഇപ്പൊ കണ്ടില്ല, പാലം ഗുജറാത്തില് 35 ആള് മരിക്കണില്ല. അതൊക്കെ അപ്രതീക്ഷിതമായ കാര്യങ്ങൾ. അപ്പൊ അവിടെയൊക്കെ ഹെൽപ്പ് കൊടുക്കണം. ഉത്തരാഖണ്ഡ് ലാൻഡ് സ്ലൈഡ്, വെള്ളപ്പൊക്കം, അവിടെ ഹെൽപ്പ് കൊടുക്കണം. അപ്പൊ അതിനൊക്കെ
ഡിസാസ്റ്റർ ഫണ്ട്, നാഷണൽ ഇതുണ്ട്, പ്രൈം മിനിസ്റ്റർ റിലീഫ് ഫണ്ട്, ചീഫ് മിനിസ്റ്റർ റിലീഫ് ഫണ്ട് ഉണ്ട്. അപ്പൊ ഫണ്ട് ഇല്ലാതെ ഒന്നും സാധിക്കില്ല. മനസ്സിലായില്ലേ? സസ്റ്റനൻസ് ഓഫ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി, പ്രകൃതി, നമ്മളിതെല്ലാം ഇതൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കുക. NGOs അതെന്താണെന്ന് പറഞ്ഞുതരാം. NGOs and other civil society groups are not only state നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. അവർ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. നോക്കൂ, റെഡ് ക്രോസ്, നമ്മുടെ എന്തെല്ലാണ്ട് ലയൺ ക്ലബ്ബ്, മറ്റേത്, സോ മെനി NGOs ഉണ്ട്. ബട്ട് അവര് ചാരിറ്റി ഇതാണ്. ബട്ട് ആൾസോ ഡ്രൈവിംഗ് ഫോഴ്സ്. ഇവരെല്ലാം നമ്മുടെ ജനങ്ങളുടെ സേവനത്തിന് വേണ്ടിയിട്ടാണ്. ഗ്രേറ്റർ ഇന്റർനാഷണൽ കോപ്പറേഷൻ്റെ പേരായിട്ട് NGOs ത്രൂ ദ ആക്റ്റീവ് മൊബിലൈസേഷൻ, പബ്ലിക് സപ്പോർട്ട് ഉണ്ട്, ഇന്റർനാഷണൽ അഗ്രിമെന്റ് ഉണ്ട്. NGOസിന് തോന്നിയമാതിരി നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇന്റർനാഷണൽ അഗ്രിമെന്റ് വേണം മറ്റുള്ള രാജ്യങ്ങളായിട്ട്. അവിടുന്ന് പണം വരാന്ന് വെച്ചാൽ ഗവൺമെന്റ് അപ്രൂവൽ വേണം, എടുക്കണം. അവിടുന്ന് പണം ഇങ്ങനെ വേറെ NGOന് സ്വീകരിക്കാൻ പറ്റില്ല, റിസർവ് ബാങ്കിന്റെ ഒക്കെ അപ്രൂവൽ വേണം. സോ ദ പാർട്ടിസിപ്പേറ്റ്. അവർ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? അതായത് കുട്ടികളുടെ ഇതിനോ അല്ലെങ്കിൽ HIV, AIDS, അതേമാതിരി ഇതൊക്കെ നല്ല നല്ല കാര്യങ്ങൾക്ക് ഗവൺമെന്റ് ഇത് അവരുടെ അപ്രൂവൽ എടുത്താൽ മതി, ഗവൺമെന്റ് അപ്രൂവൽ എടുത്താൽ മതി. പിന്നെ അപ്പൊ ചാരിറ്റബിൾ സൊസൈറ്റീസ് ഉണ്ട്, അത് NGOs ആണ് ഓടിക്കുന്നത്. പാർട്ടിസിപ്പേഷൻ ഓഫ് സിവിൽ സൊസൈറ്റി, NGO മൂവ്മെന്റ് ഹാസ് റെക്കോർഡ്. അപ്പൊ NGO മൂവ്മെന്റ് വളരെ നല്ല വിധത്തിൽ നടക്കുന്നുണ്ട്. So implemented economic projects, some monitor the social impact or resource development, some pursue delivery of relief. അപ്പൊ അതേമാതിരി നോക്കൂ, ഈ തണുപ്പ് സമയത്തോ വെള്ളപ്പൊക്ക സമയത്തോ അവർക്ക് കമ്പിളി, തുണി, ഭക്ഷണം ഇതൊക്കെ എത്തണ്ടേ? സാനിറ്ററി, മറ്റേത് കംപ്ലീറ്റ് നാപ്കിൻസ്, ഇത് കംപ്ലീറ്റ് ഓരോരോ ഇത് അവർക്ക് ഇതെല്ലാം അത്യാവശ്യമല്ലേ അവിടെ? കാരണം അവര് ഐസൊലേറ്റഡ് ആണ് കംപ്ലീറ്റ്. അപ്പൊ അവരോട് അവിടെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്, ഫുഡ് ഡെലിവറി, ഇതെല്ലാം കുട്ടികളെ. പിന്നെ അനാഥരായ കുട്ടികളുണ്ടാവും, അച്ഛനമ്മയും മരിച്ച് ഒഴുക്കപ്പെട്ട് മരിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും. തീ കത്തി, ശിവകാശി നമ്മുടെ ഫയർ വർക്സിൽ അവിടെ കൊച്ചു കുട്ടികൾ അനാഥയാവും. അവരെ കാത്ത് സംരക്ഷിക്കേണ്ടതൊക്കെ തന്നെ NGOസും ഒക്കെയാണ്. സോഷ്യൽ വെൽഫെയർ. അപ്പൊ സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ്, ഹെൽപ്പിംഗ് ടു ഓർഗനൈസ് സെക്ടേഴ്സ്, കമ്മ്യൂണിറ്റി. നമ്മുടെ സൊസൈറ്റിയുടെ ചീറ്റ് ചെയ്യരുത്, അത് മാത്രമാണ് ഗവൺമെന്റിന്റെ. നമ്മൾ 10 പൈസ ഒരു ആളുടെ സ്വീകരിച്ചിരുന്നത് അത് അക്കൗണ്ടബിൾ ആയിരിക്കണം. ഗോൾസ് ഓഫ് ദ സ്റ്റേറ്റ് NGOs ഹാവ് കൺവേർജ് പർട്ടിക്കുലർ. നോക്കണേ, പലരും NGOs മിസ്യൂസ് ചെയ്യുന്നുണ്ട്, അത് പാടില്ല. ഇൻ ദ ഏരിയാസ് ഓഫ് എംപവറിംഗ് കമ്മ്യൂണിറ്റീസ്, എൻകറേജിങ് പാർട്ടിസിപ്പേഷൻ, സ്ട്രെങ്തനിങ് ഡെമോക്രാറ്റിക് ഇനിഷ്യേറ്റീവ്. നമ്മുടെ പിന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതിനെ നമ്മൾ വളരെ അതിൻ്റെതായ നോക്കൂ. ശിശു സംരക്ഷണം, അവരത് അതിന്റെ കാര്യം നോക്കണ്ടേ? വുമൺ എംപവർമെന്റ്, അത് അവരുടെ കാര്യം നോക്കണ്ടേ അവര്? അതേമാതിരി സ്ത്രീകളുടെ എന്തെങ്കിലും പറയാ, മനുഷ്യാവകാശം എന്തൊക്കെ ഉണ്ട്, അത് അവരുടെ കാര്യങ്ങൾ അവർ നോക്കണ്ടേ? അപ്പൊ ഓരോരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഭരണഘടനാ പ്രകാരം മറ്റേതൊക്കെ ഉണ്ട്. അതിനൊക്കെ നമ്മളെ പ്രിസർവ് ചെയ്യുക, നല്ല വിധത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുക, വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് അക്കൗണ്ടബിൾ ആയിട്ട് ചെയ്യുക. പൈസ കിട്ടിയെങ്കിൽ പൈസ എന്തിനു വേണ്ടി ചെലവഴിച്ചു, എങ്ങനെ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ട് നമ്മുടെ മുമ്പിൽ എല്ലാവരും ഈക്വൽ എന്നുള്ള നിലയിൽ കരുതണം കേട്ടോ. അടുത്ത 2 വിധത്തിൽ NGOs ഉണ്ട്. ഒന്ന്, NGOs involved in environmental protection, NGOs engaged in environmental related activities or environmental NGOs came up. അപ്പൊ ഇതിനെ പറ്റിയിട്ടാണ് NGOs 2 വിധത്തിലുണ്ട്. ഒന്ന്, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻസിലെ NGOs ഉണ്ട്. ഇതേമാതിരിയുള്ള ഈ നോക്കൂ, നമ്മുടെ വെള്ളപ്പൊക്കം ആയിക്കോട്ടെ, ലാൻഡ് സ്ലൈഡ് ആയിട്ടെ, സോയിൽ എറോഷൻ, ഇതൊക്കെ ആ സമയത്ത് ഇത് അനവധി NGOs ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഒരാൾ കൽപ്പിച്ചു കൂട്ടിയിട്ട് എന്തെങ്കിലും അശ്രദ്ധ കൊണ്ട് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുകയെ, ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഇതൊക്കെ ഉണ്ടല്ലോ, അനവധി ആളുകൾ മരിക്കുക എന്തെങ്കിലും ചെയ്താ, ഇപ്പൊ ഈ മോർബിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്ട് ഉത്തരവാദിയാണ്. അപ്പോ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, അവനിൽ നിന്ന് പിഴ ഈടാക്കണം. അതേമാതിരി ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയിലെ യൂണിയൻ കാർബൈഡ് മേടിച്ചു ഗവൺമെന്റ്, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ്. കാരണം ജനങ്ങൾ അനവധി മരിച്ചില്ല, അത്ര ഒരുപടി മരിച്ചു. ഓക്കെ, 10,000 ലാർജസ്റ്റ്, ഐ തിങ്ക് 10,000 ലാർജ്, ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ആക്സിഡന്റ് ആണ് ഭോപ്പാൽ ഉണ്ടായത്. അപ്പോ യൂണിയൻ കാർബൈഡ് ആണ്, അപ്പൊ അവർ വിടില്ല. അതാണ് പൊല്യൂട്ടർ പേ പ്രിൻസിപ്പിൾ എന്ന് പറയും. അപ്പൊ കൊടുത്തിട്ടില്ലെങ്കിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കോർട്ടിൽ പോകും. ആരാണ് ഇതിന് ഉത്തരവാദി? ഈ ഇത്തരത്തിലുള്ള ഒരു കാര്യം അവർ കൊടുത്തേ പറ്റൂ. ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നുണ്ടായി വേദാന്ത ഗ്രൂപ്പിന്റെ, അവർ കൊടുത്തേ പറ്റൂ. ഇപ്പൊ അതേമാതിരി ഈ മോർബിയിലെ ആ കോൺട്രാക്ടർ കൊടുത്തേ പറ്റൂ. പക്ഷെ ഒരു കാര്യം, കോൺട്രാക്ടറിന് എടുക്കുമ്പോൾ ഒപ്പം അവിടുത്തെ മുനിസിപ്പാലിറ്റിക്കും പനിഷ്മെന്റ് വരും. എന്താ കാരണം വെച്ചാൽ ആ പ്രവർത്തിച്ചത് പെർമിറ്റ് ഇല്ലാതെയാണ്. അതെങ്ങനെ പ്രവർത്തിച്ചു? അപ്പൊ അല്ലാണ്ട് കോൺട്രാക്ടറുടെ പേരിൽ മാത്രം ആരെല്ലാം ഉത്തരവാദി അവരുടെ പേരിലൊക്കെ ഉണ്ടാവും. മനസ്സിലായില്ലേ?
കാരണം അത് ലൈസൻസ് ഇല്ലാണ്ട് തന്നെ പ്രവർത്തിച്ച, കാരണം പെർമിഷൻ റിപ്പയർ ഇത് കഴിഞ്ഞിട്ട് കൊടുത്തിട്ടായിരുന്നില്ല. അതിനു മുമ്പേ എങ്ങനെ പ്രവർത്തിച്ചു? 2, NGO. ഇനി ഡെവലപ്മെന്റ് വർക്കിൽ NGOs ഉണ്ട്. നോക്കൂ, ഹാവ് ബീൻ ഇമ്പോർട്ടൻറ്റ് ഗവൺമെന്റിന്റെ പ്രോഗ്രാം ഓരോന്ന് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മുടെ വില്ലേജിലും മറ്റേതൊക്കെ ഉണ്ടല്ലോ. കുട്ടികളുടെ പോളിയോ നോക്കൂ, ചെറിയ ഉദാഹരണങ്ങളാണ് ഞാൻ പറയുന്നത്. ചിക്കൻ പോക്സ്, പണ്ട് സ്മാൾ പോക്സ് ഉണ്ടായിരുന്നു. ഇതേമാതിരി ഹ്യൂമൻ റൈറ്റ്സ് ആരെങ്കിലും വയലേഷൻ ഉണ്ടെങ്കിൽ NGOs പാർട്ടിസിപ്പേറ്റ് ചെയ്യണോ? അതായത് ആരെങ്കിലും ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ, ട്രൈബൽ, അതായത് പ്രസവരക്ഷ, അതേമാതിരി കുട്ടികൾ ജനനത്തിൽ മരിച്ചു പോവുക, ഫുഡ് കിട്ടാതെ, ഇതിനൊക്കെ നമ്മുടെ NGOs ഇടപെടും കേട്ടോ. പിന്നെ അടുത്ത ഇനി വരുന്ന ഞാൻ ബാക്കി നിങ്ങൾ വായിക്കണം, വായിച്ചിട്ട് മനസ്സിലാക്കണം. ഇനി ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങൾ. ട്രേഡ് യൂണിയൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ട്രേഡ് യൂണിയന്റെ അതിപ്രസരം താറുമാറാക്കുന്നുണ്ട് പല സമയത്തും. പക്ഷേ അത്യാവശ്യമാണ് ട്രേഡ് യൂണിയൻ. അതില്ലെങ്കിൽ നമ്മുടെ വർക്കേഴ്സിനെ എംപ്ലോയർമാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. കാരണം പണ്ട് നമുക്ക് ചോദിക്കാനും പറയാനും ആരും ഉണ്ടായിരുന്നില്ല. എന്ത് തോന്നിവാസം നമ്മുടെ എംപ്ലോയർ ചെയ്താലും രാജാവ് പറയുമ്പം ജനങ്ങൾ കേൾക്കുന്ന മാതിരി നമ്മൾ കേട്ടേ പറ്റൂ. അത് 8 മണിക്കൂർ 15 മണിക്കൂർ ജോലി ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്തോളാം, അല്ലെങ്കിൽ നാളെ മുതൽക്ക് വരണ്ട. ശനിയാഴ്ച വരെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ 6 ദിവസം ജോലി ചെയ്ത 7ാമത്തെ ദിവസം റെസ്റ്റ് വെച്ചാൽ ഇല്ല, നീ എല്ലാ ദിവസവും ചെയ്യണം. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഈ ട്രേഡ് യൂണിയൻ ആക്ട് പാസ്സായതിനു ശേഷമാണ് ദർ ഈസ് സർട്ടൻ ലോസ്, വർക്കിംഗ് അവേഴ്സ്, സാലറി, മിനിമം വേജസ്, ഡിയർനെസ് അലവൻസ്, HRA എംപ്ലോയീസിന് കൊടുക്കേണ്ടത് അതെന്ന് കൊടുക്കണം. അതായത് നോക്കൂ, 1000-ൽ മീതെ ആളുകൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ 10ാം തീയതി ഓൺ ഓർ ബിഫോർ 10th ശമ്പളം കൊടുത്തോളാം നെക്സ്റ്റ് മന്ത്. 1000-ൽ താഴെയാണ് എന്നുണ്ടെങ്കിൽ 7 ഓൺ ഓർ ബിഫോർ 7th ശമ്പളം കൂടെ. അങ്ങനെ പല 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 ഇൻഡസ്ട്രിയൽ ആക്ട് നിലവന്നു. അതായത് ഫാക്ടറി ആക്ട്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്, അങ്ങനെ അനവധി 108 ലോ ഉണ്ടായിരുന്നു. അതിപ്പോൾ 4 ആക്കിയിട്ടുണ്ട്. അപ്പൊ അതില് പിന്നെ വേജസ് മിനിമം, ഇവിടെ വേജസ് പറഞ്ഞാൽ മിനിമം വേജസ്. മിനിമം വേജസ് എങ്ങനെയത് ആ ഏരിയയിൽ എന്താണത് ജീവിക്കാൻ വാടക എന്ത് വേണം, അതുമാതിരി ജീവിത ഓരോ സ്ഥലത്ത്. ഇപ്പം നോക്കിക്കോളൂ, നമ്മുടെ കന്യാകുമാരിയിലുള്ള എക്സ്പെൻഡിച്ചറല്ലോ ഡൽഹിയിൽ ബോംബെയിലും ഒരു വീട് വാങ്ങാൻ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇപ്പോൾ ചെറിയ ത്രിപുര അവിടെയുള്ള ഇപ്പൊ അഗർത്തലയിലുള്ള കോസ്റ്റലല്ലോ ബോംബെയിലും ഡൽഹിയിലൊക്കെ വീട് മേടിക്കാൻ. അപ്പൊ അതനുസരിച്ച് വേജസ് കൂടും, ഡിയർനെസ് അലവൻസ് കൂടും, HRA കൂടും. വർക്കിംഗ് കണ്ടീഷൻ, അതായത് 6 ദിവസം ജോലി, ദിവസം റെസ്റ്റ്, നാഷണൽ ഹോളിഡേയ്സ്, ഫെസ്റ്റിവൽ ഹോളിഡേയ്സ്, അതേമാതിരി റെസ്റ്റ്, അതായത് 8 മണിക്കൂർ. ഇപ്പൊ രാവിലെ 15 മിനിറ്റ് ചായ കുടിക്കാനും റെസ്റ്റ്, അതേമാതിരി വൈകുന്നേരം 3 മണിക്ക് എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ 8 hours ആണ് വർക്ക് ചെയ്യാൻ പാടും. അങ്ങനെ വർക്കിംഗ് കണ്ടീഷൻസ് ഉണ്ട്. കൂടുതൽ പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ പേഴ്സണൽ പോളിസീസ്, എല്ലാ കമ്പനികളും പേഴ്സണൽ പോളിസി, അത് സെൻട്രൽ ഗവൺമെന്റ് പോളിസി ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റിനും പോളിസി ഉണ്ട്, കോർപ്പറേറ്റിന്റെയും പോളിസി ഉണ്ട്. അതായത് ആ കമ്പനിയിൽ നമ്മൾ അഡ്ഹിയർ ചെയ്യേണ്ട പോളിസി, ഇത്ര മണിക്ക് വരണം, ഇത്ര മണിക്ക് ലഞ്ച് ടൈം, ഇത്ര മണിക്ക് രണ്ടാമത് ലഞ്ച് ടൈമിന്റെ അത് കഴിഞ്ഞ് വരേണ്ടത്, ഇന്റർവെല്, മറ്റേ ക്രച്ച്, റിഫ്രഷ്മെന്റ്സ്, മറ്റേത് റിക്രിയേഷൻ ക്ലബ്ബ്, ഇതൊക്കെ പല 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 പല. നിങ്ങൾക്ക് എത്ര കൊല്ലം 58 വയസ്സ് വരെ ജോലി ചെയ്യോ? 60 അതിലുണ്ടാവും. 60 ആണെന്ന് വെച്ചാൽ 60. ഇതൊക്കെ ഈ പേഴ്സണൽ പോളിസിയിൽ വേണം. നിങ്ങൾക്ക് എന്തെല്ലാം എലിജിബിലിറ്റി, ബേസിക് ഡിയർനെസ് അലവൻസ് എന്തെല്ലാം ഉണ്ട്, ഇതൊക്കെ അതിലുണ്ടാവും. പിന്നെ പെൻഷൻ എലിജിബിൾ ആണോ, ഗ്രാറ്റുവിറ്റി എലിജിബിൾ ആണോ, ഇതെല്ലാം ഈ പേഴ്സണൽ പോളിസിയിലുണ്ടാവും. പിന്നെ കൂടുതൽ പറയുന്നില്ല. ഡിസിപ്ലിൻ യെസ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡിസിപ്ലിനാണ്. യു ഷുഡ് ബി എ ഡിസിപ്ലിൻ സിറ്റിസൺസ് ഓഫ് ദ കൺട്രി. ഭരണഘടന പ്രകാരം ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഉണ്ട്. അതും കൂടി ഓർക്കണം. അതേപോലെ നമ്മളൊരു കമ്പനി ജോലി ചെയ്യുമ്പോൾ ശമ്പളം വാങ്ങാൻ മാത്രമല്ല, നമ്മളെ അങ്ങോട്ട് ചില ഡിസിപ്ലിനോട് കൂടി പ്രവർത്തി, അതായത് പ്രൊഡക്ടിവിറ്റി ഹാസ് ടു ബി ഇൻക്രീസ്. ഒരു കമ്പനി ഓർഗനൈസേഷൻ സുപ്രീം ദാൻ ഇൻഡിവിജ്വൽ. ഓർഗനൈസേഷൻ ഉണ്ടെങ്കിലല്ലേ ഇൻഡിവിജ്വൽ ഉണ്ടാവും. അപ്പോൾ ഓർഗനൈസേഷന്റെ ചില പോളിസീസ് എന്തൊക്കെ നമ്മളെ ഡിസിപ്ലിനോട് കൂടി, നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ട്രേഡ് യൂണിയൻ അവിടെ ഫോം ചെയ്യാം. അതിനൊക്കെ നിയമങ്ങളുണ്ട് കേട്ടോ. പക്ഷെ അത്
ഇൻഡിസിപ്ലിൻ വേ നമ്മൾ ഒരാളെ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ സ്ത്രീകളെ മോശമായിട്ട് പെരുമാറുക അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇതെല്ലാം പനിഷ്മെന്റ് ഉണ്ട്. അപ്പൊ അതൊക്കെ സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ഉണ്ട്, സർട്ടിഫൈഡ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ഉണ്ട്, മോഡൽ കോണ്ടാക്ട് റൂൾസ് ഉണ്ട് ഓഫീസേഴ്സിന്. ഇതെല്ലാം ഈ പേഴ്സണൽ പോളിസിയിലുണ്ട്. പിന്നെ വെൽഫെയർ. ഇപ്പൊ ഡിസിപ്ലിൻ ഇല്ലാത്ത ആള് കടിഞ്ഞാണില്ലാത്ത കുതിരമാരി ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഡിസിപ്ലിൻ ഉണ്ടാവില്ലെന്ന്. അത് സെൽഫ് ഡിസിപ്ലിൻ. കമ്പനിയുടെ പോളിസി ഉണ്ട്, കമ്പനിയുടെ റൂൾസ് ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ആദ്യം നമ്മൾ സെൽഫ് ഡിസിപ്ലിൻ ആവണ്ടേ? 9 മണിക്ക് ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ 10 മണിക്കാണ് പോവുക? അല്ലല്ലോ. 9 മണിക്ക് പറഞ്ഞാൽ ഞാനൊക്കെ ഗവൺമെന്റിൽ ഈവൻ എൻ്റെ എൻറ്റയർ ലൈഫിൽ ഞാൻ 5 മിനിറ്റ് പോലും ലേറ്റ് ആയിട്ടില്ല. അരമണിക്കൂർ മുമ്പ് എത്തും. മനസ്സിലായോ? സപ്പോസ് ഞാൻ ആ സമയത്ത് എത്തിയിട്ടില്ല, ദാറ്റ് മീൻസ് ഐ ആം ഓൺ ലീവ്. നെവർ 5 മിനിറ്റ്സ് ലേറ്റ് ഞാനായിട്ടില്ല. ഇത് റിയൽ ആയിട്ട് ഞാൻ പറയുകയാണ്. ഇപ്പോഴും അതെ. ഞാൻ ഈ ക്ലാസ് എടുക്കാൻ ഞാൻ അർത്ഥം തോന്നുന്നു 3/4 മണിക്കൂർ മുമ്പേ. ആൾവേസ് ദാറ്റ് ഈസ് മൈ ഷെഡ്യൂൾ. സോ ആൾവേസ് യു ഷുഡ് മെയിൻറ്റെയിൻ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളൊരു വണ്ടി പിടിക്കാൻ പോയി വിചാരിക്കുക. 5 മണിക്ക് 5 PM ഒരു വണ്ടി കാണിച്ചാൽ നിങ്ങൾ 5:05 റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ചെന്നിട്ടുണ്ടെങ്കിൽ വണ്ടി ലേറ്റ് ആയിട്ട് അവർ പറഞ്ഞാൽ വണ്ടി പോയില്ലേ? എന്നിട്ട് വണ്ടി പോയാൽ റെയിൽവേ കുറ്റം പറഞ്ഞൊരു കാര്യമുണ്ടോ? ഇന്നത്തെ കാലത്ത് വണ്ടി കറക്റ്റ് ടൈമിന് വരും. അപ്പൊ നിങ്ങൾ 5 മണിക്ക് ട്രെയിൻ ആണെച്ചാൽ 5 മണിക്ക് എത്തണ്ടേ അവിടെ? 5:05 എത്തിയ വണ്ടി പോയില്ലേ? റെയിൽവേ കുറ്റം പറഞ്ഞൊരു കാര്യമുണ്ടോ? അപ്പൊ അതുകൊണ്ട് പ്ലെയിനും അങ്ങനെ തന്നെയാണ്, കാത്തു നിൽക്കില്ല. അപ്പോൾ ഇതിനൊക്കെയാണ് ഡിസിപ്ലിൻ പറയാം. അടുത്ത വെൽഫെയർ. വെൽഫെയർ പറഞ്ഞാൽ പ്രൊവിഡന്റ് ഫണ്ട്സ്, EPF, അതേമാതിരി ESI, ഗ്രാറ്റുവിറ്റി, ഇൻഷുറൻസ്, ഇതൊക്കെയാണ് വെൽഫെയറിൽ കുറെ ഉണ്ട് കേട്ടോ. വെൽഫെയർ ഓഫീസർ, അതായത് 100 സമയത്തിന്റെ കുറവാണ്. അതായത് 500 ആളൊരു ഫാക്ടറി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വെൽഫെയർ ഓഫീസർ വേണം. 1000 ആളുണ്ടെങ്കിൽ 2 വെൽഫെയർ ഓഫീസർ വേണം. 350 ആൾ ജോലി ചെയ്യണമെങ്കിൽ ഒരു ക്യാൻറ്റീൻ വേണം, ഇൻഡസ്ട്രിയൽ ക്യാൻറ്റീൻ. മനസ്സിലായി? ഇങ്ങനെയൊക്കെ പല ഇതുണ്ട്. പിന്നെ സേഫ്റ്റി ഓഫീസർ അങ്ങനെയുണ്ട്, 1000 ആളുടെ ജോലി ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ട് പലതും. അത് കൂടുതൽ ഞാൻ പറയുന്നില്ല, കാരണം ഇത് സമ്മറി. എംപ്ലോയി ആൻഡ് എംപ്ലോയർ, ഏറ്റവും പരമപ്രധാനം റിലേഷൻ ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം. എംപ്ലോയർ അതായത് അടിമത്വം അല്ല. അതായത് എംപ്ലോയർ നല്ല റിലേഷൻ ഉണ്ടായെങ്കിലേ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും. അതുകൊണ്ട് സ്മൂത്ത് കോർഡിയൽ റിലേഷൻ എപ്പോഴും ആവശ്യമാണ്. സേഫ് ഗാർഡിങ്. പിന്നെ ഹെൽത്ത്, ജനങ്ങളുടെ അതേമാതിരി ഹെൽത്ത്, ഇവരുടെ ഹെൽത്തും നമ്മൾ സൂക്ഷിക്കണം. കളക്റ്റീവ് ബാർഗനിങ്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ബാർഗൻ ചെയ്ത്, ട്രേഡ് യൂണിയൻ ആണ് വർക്കേഴ്സിൻ്റെ ഇതെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നത്. അവരെ വളരെ പീസ്ഫുൾ വേ ചെയ്യണം. പിന്നെ അതേമാതിരി ട്രേഡ് യൂണിയൻ ആണ് ഫൈനാൻഷ്യൽ ഹെൽപ്പും എല്ലാം എംപ്ലോയീസിന് ചെയ്യുന്ന, മെഡിക്കലിന്റെ ഇതൊക്കെ. പിന്നെ വർക്കേഴ്സിന് ഡിസ്ക്രിമിനേഷൻ പാടില്ല. സ്ത്രീ പുരുഷൻ ഭേദം, അതേമാതിരി ചെറിയനും വലിയനും അങ്ങനെ പാടില്ല, ഡിസ്ക്രിമിനേഷൻ പാടില്ല. അപ്പോൾ പിന്നെ ഇവർക്ക് പല റോളോ പിന്നെ കോർപ്പറേറ്റിന്റെ അഡോപ്ഷൻ ഓഫ് എന്താണ് റോൾ ഓഫ് കോർപ്പറേറ്റ്, ഇതിന്റെ കൺട്രോൾ, റിഫോം, കമ്മിറ്റ്മെന്റ്, മാനേജ്മെന്റ് ടീംസ്, എംപ്ലോയീസിനോടുള്ള പെരുമാറ്റം, വർക്ക് പ്ലേസ് പെർഫോമൻസ് അനുസരിച്ച് അതിന് ഇൻസെന്റീവ് കൊടുക്കുക, നല്ല നല്ല പോളിസി ഫോർമേറ്റ് ചെയ്യുക, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക, അതേമാതിരി നല്ല ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക, പിന്നെ എംപ്ലോയീസിന്റെ സെക്യൂരിറ്റി ഓഫ് ജോബ് എൻഷുർ ചെയ്യുക. അടുത്ത് മോസ്റ്റ് പോപ്പുലർ ആസ്പെക്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇസ് ദ എൻവയോൺമെന്റൽ പില്ലർ. ഓക്കെ, അതേ പറ്റിയാണ്. ഫർദർ മോർ സസ്റ്റൈനബിൾ സോഷ്യലി റെസ്പോൺസിബിൾ. പിന്നെ പല പല കമ്പനികളും നല്ല നല്ല കാര്യങ്ങൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ജനങ്ങളുടെ ഇതിനു വേണ്ടിയിട്ട് പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ജനങ്ങളുടെ. അപ്പോൾ സോ ദി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഐഡിയാസ് ഹാവ് entered there as well as have to potential to improve this world for the better. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റീസും വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട് ഈ ഡെവലപ്മെന്റിന് വേണ്ടി. കാരണം ആളുകൾ വിവരം കൊടുക്കുന്നു, അവർ നല്ല മിടുക്കന്മാരായിട്ട് വരണം, നമ്മുടെ രാജ്യം ഭരിക്കുന്നു. അതേമാതിരി പല പല നല്ല എഞ്ചിനീയറിംഗ് പ്രൊഡക്ട്സ് പലതും ഡെവലപ്പ് ചെയ്യുന്നു, റിസർച്ച് ചെയ്യുന്നു. അപ്പൊ യൂണിവേഴ്സിറ്റീസ് ആർ പ്ലേയിങ് എ വൈറ്റൽ റോൾ മോട്ടിവേറ്റിംഗ് ദ പീപ്പിൾ ടു കം അപ്പ് ഇൻ ദിയർ ലൈഫ്. അപ്പോൾ നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് യൂണിവേഴ്സിറ്റീസ് വളരെയധികം നല്ല നല്ല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ല നല്ല റോള് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റീസ് 1000 യൂണിവേഴ്സിറ്റി ഉണ്ട്, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, പലതും. അപ്പൊ അവർ അവരുടേതായ റോള് പ്ലേ ചെയ്യുന്നു. ഇനി കൺക്ലൂഷൻ. ദി കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇസ് ക്ലോസ്ലി ഇന്റർവൈൻഡ് വിത്ത് ദ നോഷൻസ് ഓഫ് സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ. അപ്പൊ നമ്മുടെ സിറ്റിസൺസിന്റെ ഡെവലപ്മെന്റിന് വേണമെന്ന് വെച്ചാൽ, രാജ്യം വികസിക്കണം വെച്ചാൽ ഡെമോക്രസിയില് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പാർലമെന്റിലും അസംബ്ലിയിലും നമ്മൾ ഡിബേറ്റ് വേണം, ഡിസ്കസ് ചെയ്യാൻ, നല്ല കാര്യങ്ങൾ നമ്മൾ പുട്ടപ്പ് ചെയ്യുക ത്രൂ അവർ റെപ്രസെന്റേറ്റീവ്.
അതേമാതിരി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ചാൽ ദ കോൺട്രിബ്യൂഷൻ നമ്മൾ ചെയ്യാൻ സാധിക്കുന്നത് ചെയ്യുക, അച്ചീവ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നീഡ് ടു ബി എൻഹാൻഡ് ത്രൂ എ സ്ട്രെങ്തൻഡ് ആൻഡ് more formalized structure and way. So in this you need to discuss the role of specific stakeholders such as university, corporates, NGOs and trade union. ഇതൊക്കെ നമ്മളെ ഇതിൽ ട്രേഡ് യൂണിയന്റെ റോള്. അപ്പൊ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രൊവൈഡ് ഫോർ എസെൻഷ്യൽ ഹ്യൂമൻ നീഡ്. ഇറ്റ് ഈസ് നീഡഡ് ഫോർ ഇത് അഗ്രികൾച്ചറിനും വേണം, എല്ലാനും മനുഷ്യന്റെ ആവശ്യങ്ങൾക്കെല്ലാം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വേണം. ഇതാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, സോ എൻഡ് ഓഫ് ദിസ്. ഓക്കെ, റൈറ്റ്, താങ്ക് യു.